സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തല്ലോ, അതിന് നമുക്ക് നന്ദി പറയാം. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദീർഘവർഷങ്ങളായി കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വളരെ സീനിയറാകുന്ന കർത്താവിൻ്റെ ദാസനാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തിരുവാതക്കോണം നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അടിയങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നപ്പ ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന അവരെ പ്രത്യേക സാന്നിധ്യമുണ്ടാകണം, അനുഗ്രഹമുണ്ടാകണം. അപ്പോൾ ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, വൻകാര്യങ്ങളെ ചെയ്താട്ടെ. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്തു. പിന്നെയും നാം ഒരു നല്ല ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദീർഘവർഷങ്ങളായിട്ട് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മോടുകൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പാസ്റ്റർ ജോയ് ജോൺ, അമേരിക്കയിൽ ഡിട്രോയിറ്റിൽ നിന്നാണ് നമ്മളോടുകൂടെ പ്രിയ പാസ്റ്റർ ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഇതിന് സന്തോഷമുണ്ട്. ആളുകളായിട്ട് നമ്മൾ പരിചയപ്പെട്ടു, ഒരു സെഷന് വരണം എന്നൊക്കെ സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സാവകാശം ഒരുങ്ങിയതിന് ദൈവത്തിന് ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും പ്രിയ പാസ്റ്ററെ ഇങ്ങനൊരു സമയം നമുക്ക് അനുവദിച്ച് തന്നതിൽ നന്ദി പറയുകയാണ്. ഡിട്രോയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മിഷിഗൻ സ്റ്റേറ്റ് ആണ് തോന്നുന്നല്ലേ? മിഷിഗൻ സ്റ്റേറ്റ്. എങ്ങനെ പാസ്റ്ററെ? കാനഡയ്ക്ക് അടുത്തായിട്ട് വരും. ഡിട്രോയിറ്റ് എനിക്ക് തോന്നുന്നു വാഹനങ്ങളുടെ കാര്യത്തിൽ പണ്ടൊത്തിരി പ്രസിദ്ധമായിരുന്നു. വണ്ടി കമ്പനികൾ, അമേരിക്കയുടെ വാഹന വ്യവസായത്തിന്റെ ഒരു കേന്ദ്രം. അതെ അതെ. അങ്ങനെയാണ് ഡിട്രോയിറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. വർഷങ്ങളായോ അവിടെ ആയിട്ട്? 1977 തൊട്ട് അമേരിക്കയിലും. 77. എന്നേക്കൊരു 48-49 വർഷം അല്ലേ? അതെ. ഡിട്രോയിറ്റിൽ തന്നെ ആയിരുന്നു ആരംഭം മുതലേ? വന്നപ്പം തൊട്ട് അവിടെ. എന്റെ വൈഫ് നേരത്തെ ഇവിടെ, അത് ശരി, വിവാഹം കഴിച്ചു വന്നതാ. ഇങ്ങനെ ഒത്തിരി വർഷം, ദീർഘവർഷങ്ങളിലെ അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ ഒക്കെ കേൾക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ട്രോയ് ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന ചർച്ചിന്റെ പേര്. അതെ, എനിക്ക് തോന്നുന്നു പിന്നെ മൾട്ടി ലാംഗ്വേജ് ചർച്ചാന്ന് തോന്നുന്നു, ഇല്ലയോ? അതെ അതെ. ഞങ്ങൾക്ക് മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഒരു സമയത്ത് ഹിന്ദി ഉണ്ടായിരുന്നു കോവിഡിന് മുമ്പ്. ഇപ്പം മലയാളം ഇംഗ്ലീഷും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ അമേരിക്കൻസും കറുത്തവർഗക്കാരും മറ്റ് പലരും വന്ന നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട്, UP-ക്കാരും. അങ്ങനെ മൾട്ടികൾച്ചറൽ, പല ഭാഷക്കാരുള്ള ചർച്ചാണ്. ഇന്റർനാഷണൽ ചർച്ച് എന്ന ഒരു പേര് പറയുമ്പോൾ ലിറ്ററലി ഇന്റർനാഷണൽ ആണ്. പല ഭാഷക്കാർ, പല ദേശക്കാരൊക്കെ ഒന്നിച്ച് ആരാധിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവിടെ ചെന്നിട്ട് ഇങ്ങനെയുള്ള പല കൾച്ചറുകളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. സാധാരണ നമ്മുടെ ആളുകളൊക്കെ മലയാളി കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ പാസ്റ്ററെ, ആ ചർച്ചിനെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് പരിചയപ്പെട്ടെങ്കിലും നാട്ടിലെവിടെയാണ്? നാട്ടുകാരി? എൻ്റെ വീട്, ഞാൻ ജനിച്ചത് കവിയൂർ ആഞ്ഞിലിത്താനം എന്ന സ്ഥലത്താണ്, തിരുവല്ലയ്ക്കടുത്ത്. എൻ്റെ വൈഫിൻ്റെ വീട് ആനിക്കാട് മല്ലപ്പള്ളിയിലെ. ശരി, ഓക്കെ. അപ്പം മല്ലപ്പള്ളിയും ആഞ്ഞിലിത്താനും ഒക്കെ തിരുവല്ലായുമായിട്ടൊക്കെ അധികം ദൂരമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പാസ്റ്ററുടെ മാതാപിതാക്കളും കുടുംബവും ഒക്കെ അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുകയാണെങ്കിൽ
നമ്മുടെ പ്രേക്ഷകർക്ക് എന്റെ അനുഗ്രഹമായിരിക്കും. പേരൻസ് ഒക്കെ എന്റെ പേരൻസ് ഒക്കെ മർത്തോമ സഭയിലായിരുന്നു. ഞാൻ മർത്തോമ ജനിച്ചു വളർന്ന. അവർ മർത്തോമ സഭയിൽ നിന്ന് ഇവാഞ്ചലിക്കൽ സഭ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലെ അവർ ഇവാഞ്ചലിക്കൽ സഭയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ഇവാഞ്ചലിക്കൽ സഭയെ വളർത്തപ്പെട്ടത്, ഞാൻ രക്ഷിക്കപ്പെട്ടത് ഇവാഞ്ചലിക്കൽ സഭയിലെ ഒരു ഉപദേശയുടെ പ്രസംഗം കേട്ടാണ്. എനിക്ക് എൻ്റെ പേരൻസ് രണ്ടുപേരും നിത്യത ചേർത്തപ്പെട്ടു. എൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഫാമിലി എല്ലാം അവര് ക്രമേണ അമേരിക്കയിൽ സെറ്റിലായി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലാരും പെന്തക്കോസുകാരോ പെന്തക്കോസ് അനുഭവം ഉള്ളവരോ അങ്ങനെ ആരും ഇല്ലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ആദ്യം ഒരു പെന്തക്കോസ് മീറ്റിങ്ങിന് പോയത് ആഞ്ഞിലിത്താനത്തുള്ള IPC ചർച്ചിൽ, അന്നൊരു ചെറിയ ചർച്ചാണ്. അന്ന് കാനവച്ചൻ ആദ്യം പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാണ് ആദ്യം ഒരു പെന്തക്കോസുകാരുടെ മീറ്റിങ്ങിന് പോയത്. അതിനുശേഷം ആശാരോപദേശി ആ ദേശത്ത് വന്ന് കുറച്ചുനാൾ വചനം പറയുന്ന പ്രസംഗിക്കുന്ന സന്ദർഭത്തിലൊക്കെ അവിടെ പോയി. പക്ഷെ അതിനു മുമ്പായിട്ട് എൻ്റെ പേരൻസ് ഒക്കെ പ്രത്യേകിച്ച് എൻ്റെ മാതാവൊക്കെ വലിയ ആത്മതീഷ്ണതയുള്ള മാതാവായിരുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ ഒരു CSI മർത്തോമ എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു ഉണർവ് യോഗം ഉണ്ടായിരുന്നു. അതിന് പല ശക്തരായ കൃപാവരമുള്ള ദേവാസന്മാരൊക്കെ ഒന്ന് ശുശ്രൂഷിക്കുന്ന ഒരു മീറ്റിങ്ങില് രാത്രിയില് മാതാവ് ചൂട്ടും കത്തിച്ച് ഞങ്ങളെ കൊണ്ടൊക്കെ പോയി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷയൊക്കെ കണ്ട് ദൈവപ്രവൃത്തിയൊക്കെ കണ്ട് അങ്ങനെയുള്ള ആരാധനയൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പെന്തക്കോസിന്റെ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ വരാൻ ദീർഘനാളുകളെടുത്തു. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പഞ്ചാബ് നോർത്ത് ഇന്ത്യ പഠിക്കാൻ പോയി. ആദ്യം UP കുറച്ചാൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ട് അവിടുന്ന് ഞാൻ പഞ്ചാബിൽ ഫിറോസ്പൂർ എന്ന സ്ഥലത്ത് പോയി. അവിടെ ഫ്രാൻസിസ് ന്യൂട്ടൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, മിഷൻ ഹോസ്പിറ്റലില് ഞാൻ ഒരു ലാബിന്റെ ഡിപ്ലോമ കോഴ്സിന് പോയതാ. അവിടെ ആയിരുന്നപ്പോൾ ആ തീഷ്ണത കൊണ്ട് അവിടെ ഞങ്ങൾ 2-3 മലയാളികളെ ഉണ്ടായിരുന്നതുകൊണ്ട് ചെറിയ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ ഒരു സാറ്റർഡേ വൈകിട്ട് അന്നത്തെ കൃപയ്ക്കും അന്നത്തെ ദൈവം തന്ന ആ കൃപയ്ക്ക് ഒത്ത് അവിടെ ചില പ്രാർത്ഥനയും അവിടെയുള്ള ചില മറ്റ് ഓർഫനേജിലും മറ്റ് ചില മിനിസ്ട്രികളിലൊക്കെ ഏരിയയിലൊക്കെ പോയി മിനിസ്ട്രി ചെയ്യാനും ഔട്ട്റീച്ച് മറ്റു എല്ലായിടൊക്കെ ചെയ്യുവാനും അന്ന് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് CMC ലുധിയാനയിൽ പഠിക്കാൻ പോയി. അവിടെയും ലാബ് പഠിക്കാൻ വേണ്ടി പോയതാ. ഞാൻ അവിടെ വെച്ച് അവിടെയുള്ള ഡോക്ടർ നമ്പൂതിരിപ്പാടും ടീമുമായിട്ട് ഞങ്ങൾ ആ പഞ്ചാബിലൊക്കെ പലയിടങ്ങളില് അദ്ദേഹത്തിൻ്റെ കൂടെ മിഷൻ വർക്കിന് പോയി. അന്ന് ആ സമയത്ത് അവിടെ അങ്ങനെ പെന്തക്കോസ്ത് ചർച്ചുകളൊന്നും അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അവിടെ ഒരു CPM ചർച്ച് മാത്രമേ കാര്യമായിട്ടുള്ളായിരുന്നു. അങ്ങനെയാണ് ഈ ബ്രദറുകാരുമായിട്ട് കണക്കാക്കി ഞാനൊരു CSI ഉപദേശിച്ചും കൂടെ ഈ ഒരു പെന്തക്കോസ്തിലുള്ള ഒരു വിശ്വാസമായിട്ട് വിശ്വാസ സ്നാനം ആവശ്യമില്ലെന്നും ഒരിക്കൽ സ്നാനപ്പെട്ട പിന്നെ സ്നാനപ്പെടേണ്ട ആവശ്യമില്ലെന്നും ശിഷ്യസ്നാനം ഒരുപക്ഷെ ശരിയാണെന്നും ഒക്കെ ഞങ്ങൾ തർക്കിച്ച് ദീർഘനാള് തർക്കിച്ച് എനിക്ക് സ്നാനപ്പെടാനുള്ള താല്പര്യം വന്നു. ഈ അന്ന് വേറെ ഗ്രൂപ്പ് ഒന്നും ഇട്ടില്ലായിരുന്നു. അന്ന് ബ്രദറിൽ സ്നാനപ്പെട്ടത് ലുധിയാനയിലുള്ള ബ്രദറിൻ അസംബ്ലി പഞ്ചാബിലുള്ള റിവറില് പോയി ചില സഹോദരന്മാരും കൂടെ സ്നാനപ്പെട്ട് ബ്രദറിൻ സഭയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എന്റെ ആരാധനയിൽ എന്തോ എനിക്ക് മിസ്സാകുന്നുള്ളൊരു തോന്നൽ, സംതിങ് മിസ്സിങ്, ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട് അവിടെ, ഒരു സാധാരണ ഒരു ആരാധന ഉണ്ട്, എനിക്കെന്തോ മിസ്സാകുന്നു എന്നുള്ള ഒരു നോക്കി ഞാൻ 1 പ്രാവശ്യം അവിടെയുള്ള CPM ചർച്ചിൽ പോയി. CPM ചർച്ചിൽ പോയപ്പം അവിടെയുള്ള വലിയ ശബ്ദവും വലിയ അന്യഭാഷയും വലിയ കോലാഹലവും ഒക്കെ കണ്ട് ഇതൊക്കെ ആവശ്യമുണ്ടോ? ദൈവത്തിന് നമ്മള് പതുക്കെ പറഞ്ഞ ദൈവത്തിന് കേൾക്കത്തില്ലയോ? ഇത്രയും ശബ്ദം വേണോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു കാലയളവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഈവനിങ്ങിൽ അവിടെ ഒരു ഹിന്ദി വർഷിപ്പ് ഉണ്ട്. ഞാൻ ഈ ബ്രദറിൻ ആരാധനയ്ക്ക് മലയാളത്തിന് പോയിട്ട് സൺഡേയിൽ അവിടെ ഉള്ളൊരു ഹിന്ദി വർഷിപ്പിന് പോകും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ ലുധിയാനയിൽ നിന്നും 1 വർഷം നാട്ടിൽ ചെന്ന് സായിപ്പിന്റെ ആശുപത്രി തിരുവല്ല മെഡിക്കൽ മിഷൻ ഞാൻ 1 വർഷം ജോലി ചെയ്തു. അന്ന് ഞങ്ങളുടെ പേരൻസ് ഒന്നും ഞാൻ സ്നാനപ്പെട്ടെന്ന് അറിയത്തില്ല. അവരൊക്കെ ഇവാഞ്ചലിക്കലായതുകൊണ്ട് ഞാനും അത് ഒരു ഒളിച്ചു പാത്ത് അന്ന് അല്പമായിട്ടുള്ള സുവിശേഷത്തിന്റെ പ്രകാശനവും ഒക്കെ ലഭിച്ചിരുന്നുകൊണ്ട് അല്പമായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്
എന്നാൽ ഇവാഞ്ചക്കൽ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ മീറ്റിങ്ങിനും അവിടെ ഇവിടെ കൊണ്ട് വചനം പ്രസംഗിക്കാൻ അവസരം തന്ന് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എൻ്റെ വൈഫ് യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. കാനവച്ചന്റെ ഫാമിലി ബന്ധത്തിലുള്ള ഞങ്ങള് ഇവാഞ്ചലിക്ക വെച്ചാണ് കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ വൈഫ് യാക്കോബക്കാരത്താണ്. അങ്ങനെ വൈഫ് ഫയൽ ചെയ്ത് 1977 ഞാൻ അമേരിക്കയിലെത്തി. ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ദീർഘനാളുകൾ ഈ ആരാധനയിൽ ഞാനൊന്നും ആത്മനിറവോ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, കംപ്ലീറ്റ് വേർപെട്ടിട്ടില്ല. ആരാധനയുടെ ആഴം പഠിക്കുവാനായിട്ട് ഞാൻ കുറച്ചുനാൾ ഇവിടെ ഉള്ള വലിയൊരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ആരാധിച്ചു. അങ്ങനെ പോകാൻ കാരണം ഞാൻ നാട്ടിലായിരുന്നപ്പം ബില്ലിഗ്രാം അസോസിയേഷനുമായിട്ട് ഒരു ചെറിയ കണക്ഷനൊക്കെ ചില വർക്കേഴ്സുമായിട്ട് കൊണ്ട് ഞാൻ ബില്ലിഗ്രാമിന് എഴുതി എനിക്ക് അമേരിക്കയിൽ വരുമ്പോൾ എനിക്കൊരു നല്ല ചർച്ച ആരാധിക്കാൻ വേണം. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ഇവിടെയുള്ള ഒരു വലിയ ബില്ലിഗ്രാം റെഫർ ചെയ്ത് ഒരു വെളുത്ത പാസ്റ്റർ വന്ന് ഞങ്ങൾ താമസിക്കുന്ന ഒരു പഴയ അപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ പോയി ഒരു വർഷം ഞങ്ങൾ അവിടെ ആരാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെത്തഡിസ്റ്റ്, ലൂതറൻ, ഇവിടെയുള്ള അമേരിക്കയിലുള്ള എല്ലാ ചർച്ചുകളും എൻ്റെ ഒരു ആഗ്രഹം പല ആരാധന പല സ്റ്റൈലുള്ളത് കണ്ടൊരു ആരാധനയുടെ ഒരു സ്റ്റൈല് പഠിക്കാൻ വേണ്ടി 2-3 വർഷം ഞാനും വൈഫും കൂടി ഇങ്ങനെ പലയിടങ്ങളിൽ ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ പാസ്റ്റർ അവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് അവിടെ പോകുന്ന ഞങ്ങൾ നിർത്തിയിട്ട് പലയിടങ്ങളിൽ പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പ്രാർത്ഥന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ ഡിനോമിനേഷണൽ പ്രയർ ഗ്രൂപ്പ്, മർത്തോമ, CSI, യാക്കോബ, കാത്തലിക്സ്, അങ്ങനെയുള്ള ഗ്രൂപ്പ് ചേർന്ന് ഒരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അന്നേരം എൻ്റെ കുറച്ചൊക്കെ ടീച്ചിങ് ഈ ബ്രദറൻ ടീച്ചിങ് അന്യഭാഷ നിന്നു പോയെന്നും അഭിഷേകം നിന്നു പോയെന്നും കൃപാവരങ്ങൾ ശുശ്രൂഷയൊക്കെ വേദോസം എഴുതപ്പെട്ടതിനോട് തീർന്നു പോയെന്നും ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ബ്രദറിലെ ആളുകളൊക്കെ ഞാൻ ബ്രദറിൽ സ്നാനപ്പെട്ടതാണെന്നും ഡോക്ടർ നമ്പൂരിപ്പാട് സ്നാനപ്പെടുത്തിയതാണെന്നും ഞാൻ തിരുവല്ല മിഷനിൽ ഡോക്ടർ കുഞ്ഞപ്പൻ ജോണിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് ഞാനൊരു ബ്രദറിലെ ഒരാളാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പലപ്പോഴും എന്നെ ബ്രദറിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒക്കെ പോവുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിലും BBSനൊക്കെ വിടും. അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥനാ യോഗം നടത്തി ഒരു CSA ഭവനത്തിൽ വെച്ച് 1986 എൻ്റെ എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ മൂത്ത മോളുടെ സ്കിന്നിൽ ഒരു റാഷ് വന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അപ്പോയിന്റ് എടുത്ത് അതിന് ഡേറ്റായി മോളെ മുന്നേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നോട് ആരോ മനസ്സിൽ പറയുന്ന പോലെ കേട്ട് ഞാൻ പല ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരാളെ മുന്നേ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ മോളെ മുന്നേ വിളിച്ച് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കരത്തിന് ആരോ ശക്തമായിട്ട് വന്നൊന്ന് അടിക്കുന്ന പോലുള്ള സെൻസ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു CSA ഭവനത്തിൽ വെച്ച് ബന്ധിക്കോസുകാർ ആരും ഇല്ലാത്ത ഭവനത്തിൽ വെച്ച് ഞാൻ നിന്ന് അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഷെയ്ക്ക് ചെയ്യുക, വൈഫിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചു. വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ വീടിന്റെ ലിവിംഗ് റൂമിൽ ഒരു പായ ഇട്ട് രാത്രി മുഴുവൻ വെളുപ്പോളം ഒരു അന്യഭാഷ പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു ബ്രദറിലെ ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. വൈഫ് ഉച്ചയ്ക്ക് സൺഡേയിൽ വിളിച്ചു, ഞങ്ങൾ സൺഡേ രാവിലെ ആരാധനയ്ക്ക് പോയല്ലോ, ആ ബ്രദറിനോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഈ അച്ഛൻ എന്തോ പറ്റി, നിങ്ങളൊക്കെ വരണമെന്നും പറഞ്ഞ് പുള്ളിക്കാരന് എൻ്റെ ഭവനത്തിൽ വന്നു. എൻ്റെ ഭവനത്തിൽ വന്നു വെച്ചാൽ പുള്ളി ഒരു ബ്രദറും ചർച്ചിൽ പോകുന്ന ബ്രദറെ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കായിട്ട് റെഗുലർ ആയിട്ട് വരുന്ന അദ്ദേഹം ബ്രദറിലുള്ള എൽഡേഴ്സിനോട് വിളിച്ച് പറഞ്ഞു ജോയ് ബ്രദറിന് എന്തോ പറ്റി. പുള്ളി എൻ്റെ അന്യഭാഷയൊക്കെ പറയുന്നു. പിറ്റേ ദിവസം ഇവിടെയുള്ള 7 എൽഡേഴ്സ് ഒന്നിച്ച് എൻ്റെ ഭവനത്തിൽ വന്ന് ഇവരെന്നോട് പറഞ്ഞു ജോയ് ബ്രദറെ ഇത് ഡീമോണിക്ക, അല്ലെങ്കിൽ ഇത് തലയുടെ ഒരു ഞരമ്പ് വീക്കായതാ, ഇതൊന്നും ദൈവവചനത്തിലുള്ളതല്ല, ദൈവികമല്ല. അവർ കുറച്ച് കാസറ്റ് ഒക്കെ എനിക്ക് ഒന്ന് റെക്കോർഡ് ചെയ്താൽ പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്തവർക്ക് കൊടുത്തു, എന്ത് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ അനുഭവം ഒരു 7 ദിവസത്തോളം 10 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന ഒരു അനുഭവമായിരുന്നു. രാത്രിയും പകലും ഒരുപോലെ നിർത്താൻ വയ്യാതെ. ഞാൻ ജോലി ചെല്ലുമ്പം ഞാൻ ഈ അന്യഭാഷ പറയുന്നത് കേൾക്കുമ്പോൾ ജോലിയിലുള്ളവർ നീ ആരോടെ വർത്താനം പറഞ്ഞു. അന്ന് ഈ സെല്ലുലർ ഫോണൊന്നും ഉള്ള സമയമല്ല.
അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെ വന്ന് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് അന്യഭാഷകളുമായി ബ്രദറിൽ സ്നാനപ്പെട്ട എന്നെ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിനെതിരായിട്ടൊക്കെ സംസാരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്നെ ആത്മനിറവ് നിറച്ചു കഴിഞ്ഞ് അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ വ്യത്യാസം. അത് കഴിഞ്ഞാണ് എൻ്റെ വൈഫ് സ്നാനപ്പെടുന്നത്. അതിന്റെ പിറ്റേ വർഷം ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫ് സ്നാനപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഒരു ആദ്യത്തെ തുടക്കം. ഒരു മിനിറ്റ്. ഓക്കെ, ശരി ശരി പാസ്റ്റർ. അപ്പം ശരിക്കും പരിശുദ്ധ ആത്മനിറവിനെ കുറിച്ചൊന്നും ഒരു വ്യക്തമായ അല്ലേ ഒരു ബോധ്യവും അറിവും ഇല്ലാത്ത സമയത്താണ് പെന്തിക്കോസ്റ്റൽ പാസ്റ്റർ ഉത്സാഹിപ്പിക്കാതെ പ്രാർത്ഥിക്കാതെ അങ്ങനെ അല്ലാത്തൊരു മീറ്റിങ്ങിൽ ആത്മനിറവ് പ്രാപിച്ചത്. ഇത് വളരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അനുഭവമായിട്ട് അനുഭവിച്ചു. ഒട്ടും സംശയം തോന്നാത്തതുപോലെ നമ്മുടെ ഒരു ഇൻപുട്ട് അല്ല, ബാഹ്യമായിട്ട് നമ്മുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക എന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ അനുഗ്രഹം. എന്ന് മാത്രമല്ല ആ കാലയളവില് ഞങ്ങളുടെ വരുന്നവർ മുഴുവൻ മർത്തോമക്കാരും CSAക്കാരും യാക്കോബക്കാരും ഒരു സമയത്ത് കാത്തലിക്സിലുള്ള പലരും വരുമായിരുന്നു. ഈ ഒരു നൈക്കമ്പറമ്പിലച്ഛന്റെ ഒരു ധ്യാനയോ കഴിഞ്ഞ് ഞങ്ങളുടെ പല ഫ്രണ്ട്സും രക്ഷിക്കപ്പെട്ട് നമ്മുടെ ബൈബിൾ എടുത്ത് നമ്മുടെ കൂടെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷെ പിന്നീട് അവർ ചില ഉപദേശ വിഷയങ്ങളിൽ അവർ നമ്മുടെ കൂടെ നിന്നില്ല. അമ്മയോട് പ്രാർത്ഥിക്കണമെന്നും ശിശുസ്നാനം ശരിയാണെന്നും ഒക്കെ പറഞ്ഞ് നമുക്കത് അംഗീകരിക്കാൻ വയ്യാഞ്ഞുകൊണ്ട് അവർ വരെ മാറിപ്പോയെങ്കിലും ഒരു സമയത്ത് ആ സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ കൂടെ വരുന്ന മർത്തോമക്കാര് CSAക്കാര് യാക്കോബക്കാരും ഒക്കെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാൽ നല്ല പരിശുദ്ധാത്മാവിന്റെ വരുന്നവർ മുഴുവൻ ആത്മനിറവിൽ നിറയുന്ന, അന്യഭാഷയിൽ സംസാരിക്കുന്ന, ആരാധിക്കുന്ന അങ്ങനെയുള്ള ഒരു വലിയ ആത്മകോർച്ചയുടെ കാലയളവ് ഞങ്ങള് ഈവൻ കംപ്ലീറ്റ് വേർപെടുന്നതിന് മുമ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലെ ചില മർത്തോമായിലുള്ള ഞങ്ങളുടെ അവിടെ വരുന്ന ഈ ഇന്ന് അവരുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ മക്കളും ഒക്കെ 10, 15, 16 വയസ്സുള്ള പിള്ളേരൊക്കെ 8, 9 ഒക്കെ വന്ന് ഇങ്ങോട്ട് ഒരു പാട്ട് പാടി ആരാധിക്കാൻ തുടങ്ങിയ എല്ലാവരും അന്യഭാഷ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൽ വന്ന്, ചർച്ചിലല്ല ഇന്നത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സാറ്റർഡേ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് മർത്തോമായിലെ ആരാധനയ്ക്ക് പോയി. ആരാധന അച്ഛൻ അവരെ ആരാധന നടത്തിക്കൊണ്ടപ്പം ഒരു സഹോദരി അന്യഭാഷ പറഞ്ഞതിനെ പിടിച്ചുകൊണ്ടുപോയി പുറത്ത് വണ്ടിയിലിരുത്തി അവരെ ചോദ്യം ചെയ്ത് നിങ്ങൾ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയെന്നൊക്കെ ചോദ്യം ചെയ്ത് അതുപോലുള്ളൊരു നല്ല ആത്മപകർച്ചയുടെ കാലയളവ് ഞങ്ങൾ ഈവൻ കംപ്ലീറ്റ് വേർപെടുന്നതിന് മുമ്പായിട്ട് ഈ ഞങ്ങളുടെ ഈ പ്രയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ഇന്ത്യ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ പ്രയർ ഗ്രൂപ്പിൽ കൂടെ വന്ന അങ്ങനെ വന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞ് ചിലർക്കൊക്കെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഒരു 10-20 പേര് ഒന്നിച്ച് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ആ സ്നാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ വന്ന പല വിശ്വാസികളും ഈ അങ്ങ് വരവ് നിർത്തി. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു വീട് ഒരു ഫർണിച്ചർ ഇടാതെ സാറ്റർഡേ ഒക്കെ ഫാസ്റ്റിംഗ് വേണ്ടി തുറന്നിട്ടേക്കായിരുന്നു. ഒരു മുഴുവൻ ഷീറ്റ് ഇട്ട് 100-100 സഹോദരിമാർ, കൂടുതലും മർത്തോമ, CSA, യാക്കോബ ഇവിടെയൊക്കെ രഹസ്യമായിട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ചവരെ ഭർത്താവന്മാരുടെ പെർമിഷൻ മാറ്റിക്കൊണ്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നത് 90s അങ്ങനെ ഒരു ശക്തമായ പെന്തക്കോസ്റ്റിന്റെ ആത്മീയ ആരാധനയിൽ കൂടെ ആണ് ഞങ്ങളെ ദൈവം ഈ വിശ്വാസ ജീവിതത്തിൽ പുറത്തു കൊണ്ടുവന്നത്. അതെ, ഞാൻ പാസ്റ്റർ അങ്കിളുടെ ജീവിതാനുഭവങ്ങൾ ഇനിയും കേൾക്കണം. എന്നാൽ അതിനു മുമ്പേ 1-2 കാര്യങ്ങൾ ഒരു കമൻറ്റ് പോലും പറയുക. കാരണം പാസ്റ്റർ ഈ ദിവസങ്ങളിൽ ഈ പരിശുദ്ധാത്മ നിറവ്, അന്യഭാഷാ ഭാഷണം, ഇതിനെതിരെയൊക്കെ ഒത്തിരി ആളുകൾ സംസാരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ചും ഇപ്പം ഒരു പുതിയ ഒരു സംസാരമാണ് ഈ വചനം പഠിപ്പിക്കുന്നവർ തന്നെ അതിലൊരു പക്ഷേ പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ തന്നെ പരത്തുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ പറയുന്ന അന്യഭാഷയൊന്നും ശരിയല്ല, നിങ്ങൾക്ക് എന്താ ഉറപ്പ് നിങ്ങൾ പറയുന്ന അന്യഭാഷ ശരിയാണെന്ന്? അങ്ങനെ വരുമ്പോൾ പലരും കൺഫ്യൂസ്ഡാണ്. പലരും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ ചിന്തിക്കാൻ തുടങ്ങുന്നു, ഞാൻ പറയുന്നത് ശരിയാണോ, ഇതൊക്കെ ഫേക്ക് ആണെന്ന്, അല്ലായെങ്കിൽ ഒറിജിനൽ അന്യഭാഷയല്ല നിങ്ങൾ പറയുന്നതെന്ന് ഒരു തെറ്റിദ്ധാരണ ജനത്തിൻ്റെ ഇടയിലിട്ടിട്ട് ജനം അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ, ആ ഒരു പ്രാക്ടീസിനെ പടിപടിയായിട്ട് സഭയ്ക്കകത്ത് നിന്ന് എടുത്തു കളയത്തക്കവണ്ണം ശരിക്കും പറഞ്ഞാൽ സാത്താന്യം എന്ന് വിളിക്കാം, അങ്ങനെ ഒരു ഡോക്ട്രിൻ
പ്രചരിക്കുന്നൊരു കാലമാണിത്. അപ്പോൾ ആ അതെ സമയത്താണ് പാസ്റ്റർ പറഞ്ഞത്, ഇതൊരു ഒരു വലിയൊരു പെന്റിക്കോസ്റ്റൽ ഉണർവ് യോഗത്തിൽ തമ്പാറിൻ്റെ അടി കേട്ട് കിട്ടിയൊരു ആത്മനിറവല്ല, അതെ വ്യക്തിപരമായിട്ട് ഉള്ള ഒരു അനുഭവം, അതും 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവം, അത് വ്യക്തമായിട്ട് അനുഭവിച്ച അനുഭവം. അതുകൊണ്ട് ആ അനുഭവം വളരെ വ്യത്യസ്തമാണ്. അന്യഭാഷ ഭാഷണവും കൃപാവരങ്ങളും ഒന്നും നിന്നു പോയിട്ടില്ല. ഫേക്ക് കാണും, പക്ഷേ എല്ലാം അതെ ഫേക്കൊന്നുമല്ല. അതുകൊണ്ട് അന്യഭാഷ പറയുന്നവർ, ആത്മനിറവ് പ്രാപിച്ചവർ, കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ സംശയം കൂടാതെ അത് ഉപയോഗിക്കണം. നമുക്ക് ജീവിതാനുഭവങ്ങളിലേക്ക് മടങ്ങി വരാം. അപ്പം ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കുറച്ച് പറഞ്ഞു, എന്നാൽ ബാക്കി കൂടെ കേൾക്കണമെന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. ആയിക്കോട്ടെ. ഓക്കെ. ഞാൻ അമേരിക്ക 1977 വന്ന് എൻ്റെ വാസ്തവത്തിലുള്ള എൻ്റെ പ്രൊഫഷൻ, ഞാൻ ക്ലിനിക്കൽ ലാബിൽ വർക്ക് ചെയ്യുന്ന, നാട്ടിലും അതായിരുന്നു. ഇവിടെ വന്ന് അതിൻ്റെ ഫർദർ എഡ്യൂക്കേഷൻ എടുത്ത് ഇവിടുത്തെ ലൈസൻസ് ഒക്കെ എടുത്ത് ഞാൻ ജോലിയോടുള്ള ബന്ധത്തിലാണ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നത്. മൺഡേ ത്രൂ ഫ്രൈഡേ ജോലി ചെയ്യും, ഇട ദിവസങ്ങളിൽ പ്രാർത്ഥനയും ഫാസ്റ്റിങ്ങും ഒക്കെ വേണ്ടി പോകും. സാറ്റർഡേ പോയിട്ട് മീറ്റിംഗ് വരും. അങ്ങനെ 2-3 ഹോസ്പിറ്റലിലും മറ്റ് ചില ലാബിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 35 വർഷം ഞാൻ അമേരിക്കയിലെ ക്ലിനിക്കൽ ലാബിൽ, ഹോസ്പിറ്റലിലും ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ലാബറട്ടറി ടെക്നോളജി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആണ് ഞാൻ പറഞ്ഞില്ല, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് പോലെ ഞങ്ങൾ പോകുന്ന സ്നാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു അമേരിക്കൻ ചർച്ചുമായിട്ട് അവിടെ സർവീസിന് പോകാനായിട്ട് തുടങ്ങി. സൺഡേയില് അവിടെ പ്രേ ഫോർ അമേരിക്ക എന്ന് പറഞ്ഞുള്ളൊരു പ്രേയർ ഗ്രൂപ്പ് സാറ്റർഡേയില് പല ഏരിയയിൽ നിന്നുള്ള ദേവദാസന്മാർ കൂടി വന്ന് അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ അതിന്റെ കെയർ ഓഫിൽ ഞങ്ങൾ ആ അമേരിക്കൻ ചർച്ചുമാരുടെ ബന്ധത്തില് ആരാധിക്കാൻ പോകും. സാറ്റർഡേ ഞങ്ങളുടെ മീറ്റിങ്ങും ഫാസ്റ്റിങ്ങും മറ്റു മീറ്റിങ്ങുകളും ഒക്കെ ഞങ്ങൾ ഭവനങ്ങളിൽ നടത്തും. ആയിരിക്കുന്ന കാലയളവിൽ അമേരിക്കൻ ചർച്ച് എന്നെ അവിടുത്തെ ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു, ഓർഡൈൻ ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് 1996 എനിക്ക് തോന്നുന്നു. ഒരു 1000 മെമ്പേഴ്സ് ഉള്ള ഒരു പെന്തക്കോസ്തൽ ചർച്ചിൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ ഒരു ഈ ആത്മനിറവും അന്യഭാഷയും പ്രവചനവും ഇതൊക്കെ എപ്പോ ഉപയോഗിക്കണം, അതിനെയൊക്കെ ഇച്ചിരി നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ദൈവദാസൻ അവിടെ വന്ന് ചർച്ചിലെ ഒരു കേസായി സ്പ്ലിറ്റായി. പ്രായമുള്ളവർക്ക് അന്യഭാഷയിൽ ആരാധിക്കണം, സീനിയർ പാഷ കൊണ്ടൊന്നു അത് പേഴ്സണൽ യൂസിന്, പ്രവചനം പരസ്യമായിട്ട് പറയാൻ പാടില്ല, പ്രവചനം പറയേണ്ടവര് ആ ദേവദാസൻ എഴുതി കൊടുക്കണം. അങ്ങനെയുള്ള സ്പിരിച്വൽ ഇഷ്യൂയിൽ വന്ന് ചർച്ചിൽ സ്പ്ലിറ്റായി. അവിടെ ഒരു കേസായി. അവിടെ നിന്നുള്ള പല മെമ്പേഴ്സിനെ ഡിസ്മിസ് ചെയ്യാനായിട്ട് ഒരു മെമ്മോറാണ്ടം ഒക്കെ ഉണ്ടാക്കി നമ്മളോട് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പം അങ്ങനെ ഉള്ള ഒരു സ്പിരിച്വൽ ഇഷ്യൂ, അത് സ്നേഹത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഞങ്ങൾക്ക് അവിടുന്ന് അന്ന് ആ സമയത്ത് ഉച്ചയ്ക്ക് ഒരു ചെറിയ മലയാളം വർഷിപ്പ് സന്ദർഭത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പല ചർച്ചുകളിലായിട്ട് സ്പ്രെഡ് ഔട്ടായി. ഞങ്ങൾ കുറച്ച് നാള് പല അമേരിക്കൻ ചർച്ചുകളിലൊക്കെ വർഷിപ്പ് ചെയ്തതിന് ശേഷം വീട്ടിൽ ഒരു ആരാധന തുടങ്ങണമെന്ന് ചിലര് എന്നെ സമ്മർദ്ദിപ്പിച്ച് എന്റെ ഭവനത്തിൽ ഞങ്ങളൊരു സൺഡേ വർഷിപ്പ് തുടങ്ങി. ഒരു 10, 25, 30 പേരുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ രണ്ടാമത്തെ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയുടെ തുടക്കം തുടങ്ങും. അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് വന്നൊരു ദൈവദാസൻ പോയിട്ട്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, ഇവിടെ ചർച്ചൊന്നുമില്ല, നിങ്ങൾ അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മിനിസ്ട്രിക്കൊന്നല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുള്ള നാട്ടിലെയല്ല, ഇവിടുള്ള ടെന്നീസി കേന്ദ്രമായിട്ടുള്ള ഇവിടുത്തെ സ്റ്റേറ്റിന്റെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്നെ ഒരു ചർച്ചൊക്കെ അവർ ഓർഡൈൻ ചെയ്ത് ഒരു ചർച്ചിന്റെ ബേസ്മെന്റിൽ ഞങ്ങൾ കുറച്ചാൾ കൂടി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ചില സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കുന്ന സ്ഥലം വളരെ ദൂരമാണ്, അതുകൊണ്ട് നമ്മുടെ ആളുകളുള്ള ഏരിയയിലോട്ട് നമുക്ക് മൂവ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ട് പല ചർച്ചുകളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങള് പല ചർച്ചകൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കി, ഒന്നും നടക്കാതെ വന്ന് ഞങ്ങളൊരു അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററെ പോയി മീറ്റ് ചെയ്തു. പലരെ മീറ്റ് ചെയ്തതിൽ ഒരു അടുത്തുള്ള ഒരു പാസ്റ്ററെ, പുള്ളിക്കാരന്റെ അവരുടെ സർവീസ് 11 o'clock തൊട്ടാണ്. പുള്ളി പറഞ്ഞു രാവിലെ 8:30 to
10:30 ഞങ്ങൾക്ക് റെന്റിന് ഞങ്ങൾ ഒരു നല്ല തുക കൊടുത്ത് റെന്റിന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു മുറി സൺഡേ സ്കൂളിനായിട്ടും തന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു ബൈബിൾ ക്ലാസ്സിന് ഞങ്ങളുടെ കൂടെ ഒരു 40-50 പേരുണ്ട്. ഒരു ചെറിയ സൺഡേ സ്കൂൾ റൂമിലിരുന്ന് 50 പേര് ബൈബിൾ ക്ലാസ് നടത്തിയത് ഓർക്കുന്നുണ്ട്. അന്നേരം ആരാധന കഴിഞ്ഞ് ബൈബിൾ ക്ലാസ് നടത്തുമ്പം അവർ 11 o'clock ഇംഗ്ലീഷ് വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി ഓടി പ്രായമുള്ള മാതാമാരുടെ കാല് തട്ടുകയും വീഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഈ പാഷ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളെ 3 പ്രാവശ്യം ചർച്ചിൽ നിന്ന് ഇറക്കി വിട്ടു. ആ ചർച്ചിൽ ഇനി ആരാധിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു വെളുത്ത പാഷ എന്നോട് പറഞ്ഞു, ഈ പിള്ളേർ ശല്യം ചെയ്യുന്നു, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം കാണണമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് ഞങ്ങള് പല സ്ഥലങ്ങളും നോക്കി പോയി വാങ്ങിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചർച്ച് അതൊരു ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ച് തന്നെയാണ്. ഞങ്ങൾ ഒരു ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സ്മോൾ കോൺഗ്രിഗേഷൻ ആണ്. ആ ചർച്ച് അവര് വേറൊരു മൂവ് ചെയ്യാൻ വേണ്ടി അവർ വിൽക്കാനിട്ടു. ആ വിൽക്കാനിട്ടപ്പോൾ ഞങ്ങൾ ആ ചർച്ചിന് ഒരു വില പറഞ്ഞു. പാഷ പറഞ്ഞു അത് വളരെ കുറവാ, നിങ്ങൾ അത് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങള് ഇങ്ങനെ വീണ്ടും ഈ ചർച്ചിൽ നിന്ന് ഇറക്കി വിട്ട് ഞാൻ ഭാഷയോട് പറഞ്ഞു, എന്റെ ഭാഷയിൽ തണുപ്പുള്ള സമയമാണ്, ഞങ്ങൾ ഈ വിന്ററിൽ എവിടെ പോയി ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നത്, സമ്മറിലത് ഞങ്ങൾ വല്ല പാർക്കിംഗ് ലോഡിലോ വല്ല പാർക്കിലോ മരത്തിന്റെ കീഴിലോ സ്ട്രീറ്റിലോ എവിടെയെങ്കിലും പോയി ആരാധിക്കാം, ഞങ്ങളെ ഈ സമ്മർ വിന്റർ കഴിയുന്നിടം വരെ ഒന്ന് സഹായിക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു രീതിയിലും സമ്മതിക്കുക. അങ്ങനെ ഞങ്ങള് ഒരു ചർച്ച് നോക്കി ഒരു ഡിപ്പോസിറ്റ് കൊടുക്കുവാനായിട്ട് ഒരു മൺഡേ ഡിപ്പോസിറ്റ് കൊടുക്കുന്ന സന്ദർഭമാകുമ്പോഴത്തെ ഇവിടെ ഉള്ള ഒരു അമേരിക്കൻ സായിപ്പ് ഈ ചർച്ച് കോട്ടെ ഓവർസിയർ ആയിരിക്കുന്ന അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അത് ഓഫറിങ് കൊടുക്ക, വെറുതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മാർക്കറ്റിലുള്ള ഇട്ട ചർച്ച് ഈ ഓവർസിയറെ വിത്ഡ്രോ ചെയ്തു. അതിനെ പ്രതിഷേധിച്ച് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ പാസ്റ്റർ റിസൈൻ ചെയ്തു പോയി. അങ്ങനെ അവിടെ വേറെ അമേരിക്കൻ പാസ്റ്റേഴ്സ് വന്ന് മീറ്റിംഗ് നടത്തും. ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകും. ചില നാളുകൾ കഴിഞ്ഞ് അമേരിക്കൻ ഈ ചർച്ച് കൊണ്ട് ഓവർസിയർ ഒരു ടീമിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഈ അമേരിക്കൻ ചർച്ചിലുള്ള ഇന്നൊരു 10-50 പേരേ ഉള്ളൂ പ്രായമുള്ളവരാണ്. ഞങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാൻ ഈ അമേരിക്കൻ ചർച്ചിലുള്ള ആളുകളെ വരുമെന്ന് മീറ്റ് ചെയ്തവൻ പറഞ്ഞു, ഞങ്ങൾക്കിനി ഒരു അമേരിക്കൻ ഭാഷ വേണ്ട, ഞങ്ങൾ ഇന്ത്യൻ ചർച്ചുമായിട്ട് മെർജ് ചെയ്തോളാം. അങ്ങനെ ഞങ്ങളുടെ ഇന്ത്യ മലയാളി ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്കും അതിന് താല്പര്യം. അങ്ങനെ ഞങ്ങള് ഈ അമേരിക്കൻ ചർച്ചും ഞങ്ങളുടെ മലയാളം ചർച്ചും കൂടെ മെർജ് ചെയ്ത് 8 പേരാണ് ട്രോയ് ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ തുടങ്ങിയ സന്ദർഭത്തിൽ 10-50 പ്രായമുള്ള അമേരിക്കൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം മിക്കവാറും ഒരുപാട് പ്രായമുള്ളവരായിരുന്നു. മിക്കവാറും എല്ലാവരും നിശ്ചിത ചേർക്കപ്പെട്ടു. ചിലരൊക്കെ അവിടെയൊക്കെ നേഴ്സിംഗ് ഇതൊക്കെ ഉണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ 2010-11 സന്ദർഭത്തിലാണ് ഈ 2 ചർച്ചും കൂടെ മെർജ് ചെയ്ത് ഞങ്ങൾക്കൊരു നല്ല ആത്മീയ വളർച്ച. ആ സമയത്ത് ഒരു 250 പേരൊക്കെ ഞങ്ങളുടെ കൂടെ ആരാധിക്കാൻ വരുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ ചർച്ചിനെ വളർത്തി. ആ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പം ഞങ്ങളുടെ കൂടെ ഒരു തെലുങ്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവര് ഈ കോവിഡ് കഴിഞ്ഞിട്ട് അവരൊരു തെലുങ്ക് ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് അവരെ റിലീസ് ചെയ്തു. അവർ നല്ലൊരു തെലുങ്ക് ചർച്ച്, ഞങ്ങളുടേതല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ചർച്ചായിട്ട് അവർ ചെയ്തു. അവർക്ക് ഹിന്ദി ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞ് പല ആളുകളും അങ്ങോട്ടും ചെയ്തുകൊണ്ട് ഹിന്ദി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പല ആളുകളും ഈ തണുപ്പിന്റെ സ്റ്റേറ്റ് ഒക്കെ വിട്ടുപോയി. ഒരു സമയത്ത് അങ്ങനെ വിഷയങ്ങളൊക്കെ വന്നു. ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയം തന്നെ എനിക്ക് 2011 ദൈവാത്മാവ് ഒരു ദർശനം തന്നു. ചർച്ചിലുള്ള എല്ലാവരും ആത്മനിർഭർ പ്രാപിച്ചവരായിരിക്കണം. അന്നേരം ഇത് പറഞ്ഞ് ചിലർക്കൊക്കെ ഇതുണ്ടായി. ഈവൻ യൗവനക്കാർ വരെ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായ ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ഈ വിഷയത്തിൽ ഞാൻ ഞെരുങ്ങി നടന്ന ഒരു സന്ദർഭം, ചർച്ച നല്ല വളർച്ച വന്ന് ഈ വിഷയത്തിൽ ഈ എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, എല്ലാവരും ആത്മനിർഭർ പ്രാപിക്കണം. ആത്മനിർഭർ പ്രാപിക്കാത്തവരാരും സ്റ്റേജിൽ ഒരു വിഷയത്തിന് കയറുന്നതൊക്കെ കർശനമായിട്ട് പറഞ്ഞപ്പോൾ ചില ആളുകൾക്കൊക്കെ പ്രയാസം ഉണ്ടായി. അങ്ങനെ ചിലരൊക്കെ ചർച്ച ഈ വിഷയത്തിൽ അല്ലാതെ വഴക്കോ ഇതൊന്നും അല്ല അങ്ങനെ വിട്ടുപോയ ഒരു സന്ദർഭമുണ്ട് ചില വ്യക്തികൾ. അന്നേരം ഞാൻ ഒത്തിരി ദിവസത്തിൽ ഇരുന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട്. അന്നേരം ദൈവാത്മാവിനോട് പറഞ്ഞു, മോനെ, നീ എൻ്റെ ആലോചനയ്ക്ക് നിന്നാൽ നിന്നെ എല്ലാവരും വിട്ടുപോയാലും ഞാൻ നിന്റെ കൂടെ ഇരിക്കും.
നീ എന്നോട് കൂടെ നിന്നാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, ഞാൻ തരുന്ന ആലോചന അത് അതുപോലെ ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഈ പാഷ പറഞ്ഞ പോലെ ഈ ഇതുപോലുള്ള ചില ടീച്ചിങ്സ് ഒക്കെ നല്ല തീ കത്തി വരുന്ന ആരാധന വരുമ്പോൾ ചിലരൊക്കെ വന്ന് തീ കെടുത്തുന്ന ശുശ്രൂഷകളൊക്കെ നടത്തി പിന്നെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊങ്ങി വരേണ്ട വിഷയം വന്നു. എന്നാലും ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, രക്ഷിക്കപ്പെട്ട ആത്മസ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ആരാധിക്കാൻ ലഭിക്കുന്ന ഭാഗ്യം വലിയ ഭാഗ്യം. ഞാൻ ഈ ആത്മനിറവ് അഭിഷേകം പ്രാപിക്കുന്നിടം വരെ എനിക്ക് ഒരുപാട് പരിശുദ്ധാത്മാവിനെ പറ്റി, ആരാധനയെ പറ്റി, അന്യഭാഷയെ പറ്റിയും പ്രവചനത്തെ പറ്റി ഒക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സംശയം തീർത്തത് പരിശുദ്ധാത്മാവ് നിറവിലുള്ള ആരാധന അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ സംശയം എന്ത്, ഞാൻ സത്യം റെഗുലറായിട്ട് പറയുന്ന ഇതിനെല്ലാം ചന്തമായിട്ട് ഉചിതമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതിന്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പക്ഷെ ഇത് സത്യമാണെന്നുള്ളതിന് ഒരു സംശയമില്ല, 100%. ഞാനത് പലരെയും ചലഞ്ച് ചെയ്യും. നിങ്ങളത് ദേവസന്നിധി വന്നിരുന്ന ഹൃദയം തുറന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രീ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരു 2-3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായ ദൈവം നിങ്ങളെ നിറയ്ക്കും. കാരണം ഇത് പത്രോസ് പറയുന്നുണ്ട്, ഈ ആത്മാവ് നിങ്ങൾക്ക്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കളുടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആ നിറവും ശക്തിയും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആഴമേറിയ ഒരു അനുഭവം, അത് വലിയ ഭാഗ്യകരമായ ഒരു അനുഭവം. അത് അനുഭവിക്കാത്തതുകൊണ്ടാണ് പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നതും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഒക്കെ ചെയ്ത്. കാരണം ഈ അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. എനിക്ക് ആത്മീയ വർധന വരുത്താതെ ഞാൻ മറ്റുള്ളവർക്കും എന്തോ ആത്മീയ വർധന വരുത്താനാ. അങ്ങനെ ഒരു ആത്മീയ ആരാധനയുടെ ആഴം എന്റെ ജീവിതത്തിൽ വന്നതാണ്. എന്റെ ജീവിതത്തിൽ എന്റെ മിനിസ്ട്രിയെ കംപ്ലീറ്റ് ടേൺ അറൗണ്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഈ മിനിസ്ട്രിയിലായിരിക്കുമ്പം 2011 ഞാനൊരു ഡിട്രോയിറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ലാബിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സന്ദർഭം. എൻ്റെ കൂടെ 100 ജോലിക്കാരുള്ള നല്ലൊരു ജോലിയുള്ള കംഫർട്ടബിൾ അല്ല ജോലിയുള്ള സന്ദർഭത്തിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോയി. ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്നെ കർത്താവ് ഇങ്ങനെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകാൻ വിളിച്ചു. ഞാൻ ഭാര്യ പറഞ്ഞു, കർത്താവ് വിളിച്ചേ പോകാൻ പറഞ്ഞു. എൻ്റെ വൈഫ് ഒരു നേഴ്സായിരുന്നു. ഞാൻ 1 മാസം കൂടെ വെയിറ്റ് കഴിഞ്ഞ് എന്നെ രാത്രിയിൽ അതേ സമയത്ത് കർത്താവ് വീണ്ടും പൊട്ടി ഉണർത്തി പറഞ്ഞു, മോനെ നിനക്ക് നല്ലൊരു ജോലി തന്നു, നിന്റെ ആയുസ് ഇനി എനിക്ക് വേണ്ടി ഉള്ളതാണ്, അതുകൊണ്ട് നീ ജോലി ചെയ്ത് എൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ജോലി കളഞ്ഞു പോകണം. അങ്ങനെ ഞാൻ രണ്ടാമത് എന്നോട് ദൈവാത്മാവ് പറഞ്ഞപ്പം ജോലി റിസൈൻ ചെയ്ത് ഞാൻ മിനിസ്ട്രിക്ക് പോയി. ഞാൻ പോയപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അന്ന് ആ സമയത്ത് ഞങ്ങളുടെ കരുത്തിലെ പല അമേരിക്കൻസും പല പ്രോബ്ലംസ് ഉള്ള ഫാമിലികളും മറ്റ് പല ലേഡീസും അവരുമായിട്ടൊക്കെ മീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീയുമായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് മീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു വീട് വിസിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ വൈഫ് ഇല്ലാതെ വരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജോലിയിൽ ഇമ്പോർട്ടൻ്റ്, ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജോലി റിസൈൻ ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടെ മിനിസ്ട്രിക്ക് പോയി. എൻ്റെ വൈഫിനെ പറ്റി 2 വാചകം പറഞ്ഞാൽ, ഞാൻ അഭിഷേകം പ്രാപിച്ച് പിറ്റേ വർഷം ഞങ്ങൾ നാട്ടിൽ പോയി സ്നാനപ്പെടുത്തി. പുള്ളിക്കാരത്തെ സ്നാനപ്പെടുത്തിയ ആൾ എൻ്റെ കൂടെ CSAയിലെ ഒരു ഉപദേശി CMC ലുധിയാനയെ വെച്ച് സ്നാനത്തിനെതിരായിട്ട് എന്നോട് കൂടെ സപ്പോർട്ട് ചെയ്ത വ്യക്തി, അമേരിക്കയിൽ തിയോളജി പഠിക്കാൻ വന്ന പുള്ളി ഇവിടെ ബാപ്റ്റിസം എടുത്ത് നാട്ടിൽ പോയി ഒരു പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദൈവദാസൻ. ഈ പോയി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ട് അഭിഷേകം പ്രാപിച്ചിട്ട് ഇപ്പോഴും ഞാൻ രാവിലെ പുള്ളിക്കാരത്തിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞാനിവിടെ എൻ്റെ പ്രെയർ റൂമിൽ എൻ്റെ ബൈബിളുമായിട്ടിരിക്കുന്ന വൈഫ് അവിടെ സോഫയിലിരുന്ന് മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ചിലപ്പം സന്തോഷം കൊണ്ട് നിറയും. കാരണം ഇത്ര വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കുവാൻ, ഇത്ര നല്ല ദൈവത്തെ സ്നേഹിക്കുവാൻ, ഇത്ര നല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കുവാൻ, ഈ ആത്മാവിൽ ആരാധിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പാടുവാൻ ഒക്കെ ഈ പാപികളായ നമുക്ക് കർത്താവ് ഭാഗ്യം തന്നല്ലോ. അത് എത്ര വലിയ ഭാഗ്യമാണ്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അങ്ങനെ ഈ മിനിസ്ട്രിയിൽ നടന്നു പോകുമ്പം
ഇതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഒന്ന് രണ്ട് വിഷയം പറയാൻ മറന്നുപോയെങ്കിലും ഈ 1990s ഈ ഒരു കംപ്ലീറ്റ് വേർപെട്ട അനുഭവത്തിൽ വന്നില്ലെങ്കിലും ഈ സുവിശേഷ താല്പര്യം കൊണ്ട് ഇന്ത്യയിലൊക്കെ പലയിടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനൊക്കെ പോകുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് 2000 ഈ അഭിഷേകമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പം എന്നെ കർത്താവ് റാഡിക്കലി ചേഞ്ച് ചെയ്തു. റാഡിക്കലി ചെയ്തെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടി സത്യാരാധനയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ വലിയ വില കൊടുക്കാൻ തയ്യാറായി. അതിൻ്റെ അകത്ത് വലിയ വലിയ ആത്മീയ ആരാധനയുടെ ആഴങ്ങളിൽ ഇറങ്ങിയാൽ വലിയ വിടുതലും വലിയ ദൈവപ്രവൃത്തിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ ഈ കംപ്ലീറ്റ് വേർപെടുത്തതിന് മുമ്പായിട്ട് തന്നെ ഞാൻ 2000 ഞാൻ അമേരിക്കൻ ചർച്ചിൽ ഒരു അസോസിയേഷനായിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു വലിയ മുഴ വന്ന് 3 പ്രാവശ്യം ബയോപ്സി ചെയ്തത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വിഷയം ഉള്ളപ്പോൾ ഞാൻ ന്യൂയോർക്കിലുണ്ടായിരുന്ന ഒരു അദ്ദേഹം നിത്യ ചേർക്കപ്പെട്ടു, ഒരു തമ്പി പാഷ് എന്ന് പറയും, എൻ്റെ ഒരു കസിനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിലെ നോർത്ത് ഇന്ത്യ പലപ്പോഴും റെഗുലറായിട്ട് മിനിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പുള്ളി മരിച്ചുപോയി. ഞങ്ങൾ ആ സന്ദർഭം നോർത്ത് ഇന്ത്യയില് 1 മാസം മിനിസ്ട്രിക്ക് പോവാം. എൻ്റെ കഴുത്തിൽ ഭയങ്കര മുഴയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ യേശു രക്ഷകന, യേശു സൗഖ്യദായകന, യേശുവിനെ പോലെ വേറെ ദൈവമില്ലെന്ന് പ്രസംഗിക്കാൻ പോവാം. ഞാൻ ഈ മുഴയും വെച്ചുകൊണ്ട് അവിടെ പോയി പ്രസംഗിച്ചാൽ നിനക്ക് നാണക്കേടാ, എന്നെ സൗഖ്യമാക്കണം. ഞാൻ ഇവിടെ നിന്ന് അന്ന് തലേദിവസം ഒരു ഫാസ്റ്റിംഗ് ഉണ്ട്. ഫാസ്റ്റേഴ്സ് ഒന്നുമില്ല, ഞാൻ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ ഒന്നും മാറിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഈ ന്യൂയോർക്കിൽ നിന്നുള്ള ഭാഷ പറഞ്ഞ് ഡൽഹിയിൽ വെയിറ്റ് ചെയ്യാൻ, ഡൽഹി വന്ന് മീറ്റ് ചെയ്യാൻ. ഞാൻ ഇവിടെ പ്ലെയിനെ കയറിയപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് അങ്ങയുടെ കരം വെച്ച് എന്നെ സൗഖ്യമാക്കണം. അല്ലെങ്കിൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഈ മുഴ കണ്ടാൽ മറ്റുള്ളവർ നിന്റെ നാമത്തെ ദൂഷിക്കും. അതുകൊണ്ട് സൗഖ്യമാക്കണം. ഞാൻ പ്രാർത്ഥിച്ച് ഡൽഹി ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഞാൻ ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മുഴയില്ല. ദൈവത്തിന് സ്തോത്രം. അതൊരു ഡോക്യുമെന്റഡ് കേസാണ്. ഞാനത് തിരിച്ചു വന്ന് എൻ്റെ ഈ ബയോപ്സി ചെയ്ത ഒരു ഹൈദരാബാദ് എൻഡോക്രൈനോളജിസ്റ്റ് പുള്ളിക്കാരത്തിയെ ഞാൻ പോയി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിന്റെ സർജറി ആരാ ചെയ്തു? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് സൂപ്പർ നാച്ചുറൽ സർജറി ചെയ്തതാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഡൽഹിയിൽ ഞങ്ങൾ വന്ന് ആ സന്ദർഭത്തിൽ ഞങ്ങൾ പഞ്ചാബ്, ഹരിയാന, കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ആ പ്രദേശങ്ങൾക്ക് 1 മാസം അവിടെയുള്ള പഞ്ചാബിലുള്ള ഒരു ചണ്ഡീഗറിലുള്ള ഒരു പാസ്റ്റർ MD ഷമുവിലൂടെ ആ സന്ദർഭത്തിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോയത്. ഷാരോണിന്റെ ഒരു പഴയ പാസ്റ്റർ എൻ്റെ കൂടെ വന്ന് പലപ്പം താമസിച്ചിട്ടുണ്ട്. ഒരിടത്ത് പോയി ശുശ്രൂഷിച്ച് വചനം പ്രസംഗിച്ച് അവിടുത്തെ ദൈവദാസനോട് പറഞ്ഞത്, ഈ ദൈവപ്രവൃത്തി ഉണ്ട്, അന്ന് 500 രോഗികളെ സൗഖ്യമാക്കിയെന്ന് ആ ദൈവദാസൻ പറഞ്ഞു. അന്നേരം ഈ അത്ഭുത രോഗസൗഖ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു തരുമ്പം അത് ആ അഭിഷേകത്തിന്റെ ശക്തിയിൽ നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവീയ വിടുതലൊക്കെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പല സന്ദർഭങ്ങളിൽ ഞങ്ങള് പഞ്ചാബിലുള്ള പല സ്ലം ഏരിയയിൽ 1-2 പ്രാവശ്യം ഈ പാഷ MD ഷമുവേലില് എന്നെ കൊണ്ടുപോയത്. സ്ലം ഏരിയയിൽ വൈകിട്ട് ഷീറ്റ് വിരിച്ച് ആ ഷീറ്റിൽ നടത്തുന്ന മീറ്റിംഗില് ദൈവദാസൻ പറഞ്ഞു, അവിടെ ഈ മീറ്റിംഗ് അവിടെ ഉള്ള രോഗികളാരും ഡോക്ടറെ കാണാൻ പോകത്തില്ല, പാഷനിലേക്ക് വരിക. അവിടെ വന്ന ആളുകൾ മീറ്റിംഗ് കഴിഞ്ഞ് 10, 100, 150 പേരാ ലൈൻ നിൽക്കുന്നത് പ്രാർത്ഥിക്കാൻ. അന്ന് എനിക്ക് ഒരുവിധം നല്ലതായിട്ട് ഹിന്ദിയിൽ പ്രാർത്ഥിക്കാനൊക്കെ അന്ന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോഴും അല്പമായിട്ടൊക്കെ പറയാം. യേശു മസിഹ് നാം എന്ന് പറയുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ വൈറ്റ് മൊഴി അവിടോട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ അത് വിട്ടുപോകുന്നത് കണ്ട് എൻ്റെ കണ്ണ് തെളിപ്പോയി. നമ്മുടെ ദൈവം ഇത്ര വലിയ ദൈവമാണോ? ഒരു സാധാരണ വ്യക്തിത്വം വന്ന് യേശുവിന്റെ നാമം പറയുമ്പോൾ മുഴയൊക്കെ വിട്ടുപോകുന്നത്, വേദനയൊക്കെ വിട്ടുപോകുന്നത്, കൈയൊക്കെ നേരെയാകുന്നു. അതുപോലുള്ള സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അതിശക്തമായ ശക്തി നാം അനുഭവിച്ച് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഞാനങ്ങനെ ഞാൻ എൻ്റെ അനുഭവം അന്നേരം വൈഫ് അന്യഭാഷയിലൊക്കെ സംസാരിക്കുന്ന മീഡിയത്തിൽ കൂടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ ഈ സന്ദർഭത്തിൽ ഈ സത്യാരാധനയ്ക്ക് വില കൊടുത്ത് ആരാധിച്ചാൽ ദൈവം നമ്മുടെ വിഷയത്തില് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് കണ്ട ഒരു വ്യക്തിത്വമാണ്. എൻ്റെ ആത്മജീവിതത്തിൽ 7 പ്രാവശ്യം ദൈവം ഡിവൈൻ സൂപ്പർ നാച്ചുറൽ ഹീൽ ചെയ്ത സന്ദർഭമാണ്. ഒരു ഹീലിംഗ് കൊണ്ട് അത് പറയുന്നത്,
അത് നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നടു വല്ലാതെ വെട്ടി, എൻ്റെ സ്പൈൻ എല്ലാം എസ് പോലെ വളഞ്ഞെന്ന് എക്സ്റേയും MRI എല്ലാം ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് സർജറി വേണ്ടെന്ന് പറഞ്ഞ് അവർ പിന്നെ ഫിസിക്കൽ തെറപ്പി വേണേൽ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഫിസിക്കൽ തെറപ്പി ചെയ്തിട്ട് ഒരു ഹീലിംഗും ഇല്ലാതെ അങ്ങനെ ആ ഫിസിക്കൽ നിന്നും ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാം? ഞാൻ സർജറി ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് ഞങ്ങൾ വീട്ടിൽ വന്ന് ഏകദേശം 1 മാസത്തോളം പ്രാർത്ഥിച്ചു. എനിക്ക് വാസ്തവത്തിൽ നടക്കത്തില്ല, കാല് കുത്തത്തില്ല. കാറെ കയറണമെങ്കിൽ പിടിച്ച് ഞാൻ, പക്ഷേ ചർച്ചില് ഞങ്ങൾക്കൊന്ന് ഫ്രൈഡേ വൈറ്റ് മീറ്റിംഗ് ഉണ്ട്, സാറ്റർഡേ മീറ്റിംഗ് ഉണ്ട്, സൺഡേ സവായം ഉണ്ട്. ഒന്നും ഞാൻ മുടക്കത്തില്ല. ഞാൻ അരയ്ക്ക് ബെൽറ്റും കെട്ടി, അതിന്റെ പുറത്ത് വേറൊരു ബെൽറ്റും കെട്ടി അവിടെ ചെന്ന് ടേബിളില് ചെയറേന്ന് പിടിച്ചാൽ എഴുന്നേക്കത്തില്ല. ഒരു സൈഡിൽ പിടിച്ച് ഒരു രീതിയിൽ പൊങ്ങി അവിടെ പുൾപ്പിറ്റേ പോയി ചെയറെ പിടിച്ചോണ്ട് നിന്നോണ്ട് വചനം പറയും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം സാറ്റർഡേ എന്നോട് ദൈവാത്മാ പറഞ്ഞു, നീ മുട്ടയിരുന്ന് ആരാധിക്കാൻ പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് എഴുന്നേക്കാൻ വയ്യ, എനിക്ക് മുട്ട ഇരിക്കണമെങ്കിൽ അതിലിരിക്കാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ പറ്റത്തില്ലോ. ഞാൻ എന്നാലും ദൈവശബ്ദം കേട്ട് ഇരുന്ന് ആരാധിച്ച് എഴുന്നേറ്റിട്ട് എനിക്കൊരു വ്യത്യാസം വന്നില്ല. ഞാൻ പക്ഷേ ആരാധിക്കുമ്പോൾ കർത്താവിനോട് പാർട്ടി, കർത്താവ് അങ്ങയുടെ കാരം തൊട്ടിനെ സൗഖ്യമാക്കും, സ്വർഗത്തിന്റെ തീ ഇറങ്ങി എന്നെ സൗഖ്യമാക്കും. എന്നെ ഒരു ഡോക്ടർ ഒരു കത്തി വെച്ച് മുറിക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കൊരു അത്ഭുത രോഗസൗഖ്യം വേണം. പിറ്റേ ദിവസം സൺഡേയിലുള്ള ഞങ്ങളുടെ ഇംഗ്ലീഷ് വർഷിപ്പിൽ നല്ല ആരാധന വെളിപ്പെട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് നിന്ന് ബെൽറ്റും ഒക്കെ കെട്ടി ഒരു സൈഡ് ഒക്കെ ഊന്നി നിൽക്കുന്ന സന്ദർഭം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇന്ന് എനിക്ക് സൗഖ്യം വേണം. ഞാൻ ശക്തമായ രീതിയിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു തീ പോലെ എന്റെ ശരീരത്തിൽ കൂടെ തല തൊട്ട് പാദം വരെ ഇറങ്ങിപ്പോയി. അതായത് തീ ഇറങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞത് അനുഭവിച്ചോട്ടേ ഇറങ്ങത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി തല തൊട്ട് പാദം വരെ ഇറങ്ങിയിട്ട് എന്റെ നടുവേദന സ്ട്രേറ്റ് ആയി, എന്റെ കാല് സ്ട്രേറ്റ് ആയി, എനിക്ക് തന്നെ നടക്കാനായി, എന്റെ ബാക്കിന്റെ പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കി. ഇതൊരു ഡോക്യുമെന്റഡ് കേസാണ്. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ചർച്ചിൽ ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യുന്നത്. കാരണം കർത്താവിന്റെ അത്ഭുത രോഗസൗഖ്യം അനുഭവിപ്പാൻ കർത്താവ് ഇവിടെയാക്കി. ഇന്നും രോഗസൗഖ്യമുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ 2 സഹോദരിമാര് ചില പറയാൻ വയ്യാത്ത ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. ഞങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. 3 മാസത്തിനകം കർത്താവിന്റെ ദാസി ക്യാൻസർ ഫ്രീ ആവുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതുപോലെ കർത്താവ് ചെയ്തുകൊണ്ട് അങ്ങനെ ഈ അത്ഭുത രോഗസൗഖ്യം ഇന്നും ഉണ്ട്. ആത്മീയ ആരാധന ഇന്നും ഉണ്ട്. ആത്മീയ ആരാധനയുടെ ശക്തി അത് വിടുതൽ അനുഭവിച്ചറിയുന്നവർക്ക് അത് അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളെ ഈ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ ഞാൻ ഇവിടെ മിക്കവാറും പറയാറുള്ള ഒരു വിഷയമാണ് ഞങ്ങളുടെ പാരമ്പര്യം. ഞങ്ങളുടെ വീട്ടിലാരും പെന്തിക്കോസുകാരില്ലായിരുന്നു. ഞങ്ങൾക്ക് പെന്തിക്കോസുകാരായിട്ട് നാട്ടിലെ പെന്തിക്കോസിലെ യാതൊരു ഒരു വിഷയം അറിയത്തില്ല. പക്ഷെ ഞാൻ പാപിയായിരുന്നു. കർത്താവിനെ രക്ഷിച്ചു. കർത്താവിന് ദയ തോന്നി. അവന്റെ പരിശുദ്ധ ആത്മാവിനാൽ എന്നെ നിറച്ചു. ഒരു ആത്മജീവിതം നയിപ്പാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. ഈ കൊച്ചായുസ് കർത്താവിനോട് ജീവിച്ച് ഭയത്തോടെ ഭക്തിയോടെ ജീവിച്ച് നിത്യത ചെന്നെത്തണം. അല്ലാതെ ഇവിടെ ഉള്ള ഒരു പൊളിറ്റിക്സും ഒരു സ്ഥാനവും ഒരു വിഷയം ഒന്നും നമുക്ക് വേണ്ട. ഞാൻ മിക്കവാറും ചർച്ചയിൽ പറയുന്നതാണ്, നാട്ടിലുള്ള പെന്തിക്കോസിലെ യാതൊരു പൊളിറ്റിക്സ് ഈ ചർച്ച നടക്കത്തില്ല. ഒരു വഴക്കില്ല. ഇവിടെ ഒരു സ്ഥാനം ആർക്കും വേണ്ട. ഞാൻ പറയും, ഞാൻ ഇവിടുത്തെ സീനിയർ, നിങ്ങൾക്ക് ആകെ ചേറ് പണിയിരുന്നു. ഇവിടെ നമുക്ക് ഇത് ദൈവത്തിന്റെ സഭയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലാതെ ആരും ഒരു രീതിയിൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ റെഗുലറായിട്ട് പ്രസംഗിക്കുന്നു. കാരണം അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന. കാരണം ഒരു സമുദായത്തിൽ ജനിച്ചു വളർന്ന എന്നെ, ബ്രദറിൽ സ്നാനപ്പെട്ട എന്നെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറവ് വിശ്വസിക്കാത്ത എന്നെ അന്യഭാഷകരമായിട്ട് ആത്മനിറവ് നിറച്ച് ആത്മനിറവ് ദിവസം തോറും അനുഭവിച്ചറിയുവാൻ, അത് ആ വചനം പ്രസംഗിക്കുവാൻ കർത്താവ് എന്നെ ശക്തനാക്കി. അല്ലെങ്കിൽ പൗലോസ് പറയുന്ന പോലെ അവനെന്നെ വിശ്വസ്തനെണ്ണി അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കാക്കി. ദൈവം തന്ന ശുശ്രൂഷ. അങ്ങനെ ആ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം തന്നു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സന്ദർഭം തന്നെയാണ്. അങ്ങനെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ച് ഈ കാലയളവിലെ ജീവിപ്പാൻ കർത്താവ് ഇടയാക്കി. എന്റെ ജീവിതത്തിൽ ഈ മിനിസ്ട്രിയുള്ള വിഷയത്തിൽ തന്ന 2 ചിന്തകൾ. ഒന്ന്, ദൈവസഭയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധന വെളിപ്പെടണം, ആത്മീയ ആരാധന വെളിപ്പെടണം.
അത് വിശേഷിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം നോർത്ത് ഇന്ത്യയിൽ പോയി സാധുക്കളായ നോർത്ത് ഇന്ത്യൻസിലൂടെ വർഷിപ്പ് ചെയ്യുന്ന ആരാധന കണ്ടപ്പോൾ എന്റെ ആരാധന രീതി സ്റ്റൈല് മാറണമെന്ന്. ഈ ആരാധനയൊന്നും കൊത്തൂരത്തെ ആരാധനയൊന്നും പോരാ എന്ന് എനിക്ക് മനസ്സിലായി. വേറെ എന്റെ മറ്റേ മരുമോന്റെ ഫാദറെ കുവൈറ്റിലെ ഫുൾ ഗോസ്പൽ IPC ചർച്ചിലെ പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഒരു ഇയർ എൻഡ് ഫാസ്റ്റിങ്ങിന് എന്നെ ആ ചർച്ചിൽ കൊണ്ടുപോയി. ഞാൻ അവിടുത്തെ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഒരു ആത്മനദി പോലെ ഒഴുകുന്ന ആ സത്യാരാധന വെളിപ്പെട്ട് കണ്ടപ്പോൾ ഞാൻ മടങ്ങി വന്ന് എനിക്ക് പറഞ്ഞു അവിടെ അതുപോലുള്ള ആരാധന ദൈവസഭ വെളിപ്പെടണം. ഒരു ഹൃദയത്തിലെ ആഗ്രഹമാണെങ്കിൽ അതുപോലെ ഒന്നും സാധിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ദൈവസഭയെ കർത്താവ് ഈ ദേശത്ത് നല്ല ഭക്തിയുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള, ആത്മനിറവുള്ള, ഒരു മാതൃകയുള്ള ഒരു ദൈവസഭയാക്കി മാറ്റിയെന്ന് പറയുന്നതിന് എനിക്ക് വലിയ വലിയ അഭിമാനമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. നമ്മൾ കർത്താവിന് വേണ്ടി നിലനിന്നാൽ, വചനത്തിന് വേണ്ടി നിലനിന്നാൽ, ആത്മശക്തിക്ക് വേണ്ടി നിലനിന്നാൽ, നമ്മുടെ തുണയായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ശക്തീകരിച്ച് കരം പിടിച്ച് നടത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രായമുള്ള അമേരിക്കൻസ് പലരൊക്കെ നിത്യത ചേർക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് ഞങ്ങളെ ചർച്ചിലെ മറ്റു പല മിനിസ്ട്രിയൊക്കെ ഉണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ ചർച്ചിൽ നിന്നും ചിലരെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുന്നു. ഞാൻ പബ്ലിക്ലി അത് പ്രൊക്ലെയിം ചെയ്തു. ഞാനത് പരസ്യമായിട്ട് അത് പ്രവചനാത്മാവിൽ പറയും. ഈ ദൈവസഭയിൽ നിന്നും പലരും വചന ശുശ്രൂഷയ്ക്കായിട്ട് എഴുന്നേറ്റ് വരണം, ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരണം. ഈ ചർച്ചിൽ പുറത്തുനിന്ന് ഒരു ദൈവാസനെ കൊണ്ടുവരാതെ ഈ സഭയിൽ തന്നെ ഉള്ളവരെ ശുശ്രൂഷയിൽ വളരണം എന്നുള്ള ഒരു വിഷയം എനിക്ക് കർത്താവ്. ഞാനത് പരസ്യമായിട്ട് ക്ലെയിം ചെയ്തു. പ്രാർത്ഥിച്ചെഴുതായിരുന്നു കഴിഞ്ഞപ്പം ഞാൻ 2000 തൊട്ട് ഞാനിത് പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്ത് പ്രോഫസൈസ് ചെയ്ത് പറയുന്ന ഒരു വേർഡാണ്. കാരണം എനിക്ക് ദൈവാത്മാവ് വന്ന ഒരു ഇതാണ്. ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ അത് പബ്ലിക്ലി പ്രൊക്ലെയിം ചെയ്ത് പ്രോഫസൈസ് ചെയ്താൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. കോവിഡ് തുടങ്ങുന്ന സന്ദർഭത്തിൽ ചർച്ച് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങള് 91 സങ്കീർത്തനം വായിച്ച് അന്ന് സംസാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 3 മാസത്തേക്ക് കോവിഡ് സമയത്ത് ഞങ്ങൾ ചർച്ച ഓപ്പൺ ആക്കില്ല, സൂമിൽ കൂടാൻ. എന്നോട് ദൈവാത്മാവ് ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് പറഞ്ഞു, ആലയം ശുദ്ധീകരിച്ച് ആരാധന റെസ്റ്റോർ ചെയ്യാൻ. ഈ ആരാധന റെസ്റ്റോർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ മലയാളം വർഷിപ്പുണ്ട്, ഇംഗ്ലീഷ് വർഷിപ്പുണ്ട്. അത് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആരും വരുന്നില്ല. ഞാൻ ചർച്ചിലുള്ള ഒഫീഷ്യനോട് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാർ കുട്ടിയോട് നിന്നോടായ പറഞ്ഞ് ചർച്ച് പോയി തുടങ്ങി ആരാധന അവസാനപ്പെടുത്താൻ. എന്നിട്ട് എനിക്കൊരു ഉറപ്പ് തന്നു, വിശുദ്ധിയോടെ, ശുദ്ധ മനസാക്ഷിയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ അവിടെ ആരാധിക്കാൻ വരുന്ന ഒരൊറ്റ വ്യക്തിക്ക് കോവിഡ് വരാതെ ഞാൻ സൂക്ഷിച്ചോളാം, അതാണ് ഗ്യാരണ്ടി. ഞാനിത് ചർച്ചിൽ പരസ്യമായിട്ട് പ്രൊക്ലെയിം ചെയ്തു. ദൈവാത്മാവിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആരാധിക്കാൻ വന്നാൽ സ്തോത്രം, നിങ്ങൾ വിശുദ്ധിയോടെ, നല്ല മനസ്സാക്ഷിയോടെ, അല്ലെങ്കിൽ പരമാർത്ഥ ഹൃദയത്തോടെ, വചനാടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വന്ന ഇവിടെ കോവിഡ് ഒരൊറ്റ വ്യക്തിക്കും ചർച്ചിൽ വരുന്ന മുഖാന്തരമായിട്ട് കോവിഡ് വരത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. എന്നെ ചിലരൊക്കെ അതിനെ പറഞ്ഞ് കളിയാക്കി. ഞാൻ പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരെ ആ പ്രിക്കോഷനൊക്കെ എടുത്തോണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പനി ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നോണം. നമ്മുടെ ചർച്ചിൽ അന്ന് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. ഞങ്ങൾ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞ പ്രിക്കോഷൻ ഒക്കെ എടുത്തോണം. പക്ഷെ ഈ ആരാധിക്കാൻ വന്നാൽ, ഈ ആരാധനാലയത്തിൽ വന്ന് ഒരാൾക്ക് കോവിഡ് വരത്തില്ലെന്ന് ദൈവാത്മാവിന്റെ ഗ്യാരണ്ടി. എന്റെ അറിവനുസരിച്ച് ഒരു ബ്രദർ ഒരിക്കൽ ദൈവജനം സംസാരിച്ചവൻ പറഞ്ഞു, ജോയ് പാസ്റ്റർ പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്തു ഒരാൾക്ക് കോവിഡ് വരത്തില്ലെന്ന്. ഞങ്ങളുടെ ചർച്ചില് കോവിഡ് ചിലരൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരും മറ്റ് ഇതുപോലുള്ള വിഷയങ്ങളുള്ളവർക്കൊക്കെ ചിലർക്കൊക്കെ വന്നു ഇല്ലെന്നുള്ളത് എല്ലാം പറഞ്ഞു. പക്ഷെ ഒരൊറ്റ വ്യക്തി കോവിഡ് ചർച്ചിൽ ആരാധിക്കാൻ വന്ന മുഖാന്തരമായിട്ട് ഒരൊറ്റ വ്യക്തിക്കും കോവിഡ് വന്നില്ല. അത് ദൈവം ഒരു വാക്തത്വം തന്നാൽ അത് നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. ഒരൊറ്റ വ്യക്തിയും കോവിഡ് വന്ന് മരിച്ചില്ല. അതുകൊണ്ട് കോവിഡ് വന്ന് മരിച്ചവരെല്ലാം പാപികളാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവം തന്ന ഒരു വചനം ഞാൻ പറഞ്ഞാൽ സാരത്തിലുള്ളൂ. ദൈവാത്മാവ് ഒരു സംഗതി പറഞ്ഞാൽ ഇത് പരസ്യമായിട്ട് അല്ലെങ്കിൽ പ്രൊക്ലെയിം ചെയ്താൽ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിന്ന് വിശ്വസിച്ചാൽ
ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ദൈവസഭയില് ഈ 2020 തൊട്ട് ഞാൻ ഈ പുതിയ ദൈവ ശുശ്രൂഷകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മലയാളത്തിൽ നല്ലൊരു വർഷിപ്പ് ടീമുണ്ട്, നല്ലോണം ആരാധിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ളത് ഞങ്ങളുടെ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. കാരണം ഞങ്ങളുടെ കൂടെ ചില അമേരിക്കൻസ് ഉണ്ട്, ചില നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, വെളുമ്പരുണ്ട്. അവിടുത്തെ ഇംഗ്ലീഷ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഇന്ത്യൻസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഈ ദേശത്ത് വന്ന ചില അമേരിക്കൻസ് ഞങ്ങളുടെ കൂടെ ചിലപ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യാനുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ 3 വർഷം മുമ്പ് 2 പേര് മിനിസ്ട്രിയിൽ വന്നു. ഇവിടെ ഉള്ളവർ ഒരാൾ ഓൺലൈൻ മിനിസ്റ്ററായി, ഒരു അസോസിയേറ്റ് മിനിസ്റ്ററായി. ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് 3 പേര് മിനിസ്ട്രിക്ക് പോയി. ഇവരൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആളുകളാണ്. ഒരാൾ ഇവിടുത്തെ ഒരു വക്കീലാണ്, 2 പേര് ഇവിടുത്തെ, ഒരാളൊരു മെഡിക്കൽ ഡോക്ടറാണ്, ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ മൂവ് ചെയ്ത് വന്നൊരു ഫാമിലി, വേറൊരാളൊരു ഡോക്ടറാണ്. അങ്ങനെ 3 പേര് ഇപ്പം ഇത് വന്നു. ഇപ്പം 5 പേര് ഞങ്ങളുടെ ചർച്ചിൽ മിനിസ്ട്രിയിലേക്ക് വന്നു. ഇവിടെ ജനിച്ചു വളർന്ന നല്ല പഠിപ്പുള്ള, പരിജ്ഞാനമുള്ള, നല്ല കഴിവുള്ള, ഇവിടെ നല്ല ഭാഷയുള്ളവർ. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ: ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. കഴിഞ്ഞ സൺഡേയിലാണ് വാസ്തവത്തിൽ 3 പേരെ, ഒരാളെ യൂത്ത് പാഷായിട്ടും, ഒരാളെ ഒരു ഇവാഞ്ചലിസം മിനിസ്റ്ററായിട്ടും, ഒരാളെ ഒരു കെയർ മിനിസ്റ്ററായിട്ടും ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തു. കാരണം ഈ ഇവാഞ്ചലിസം പാഷ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഡോക്ടർ ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ പോയി, മറ്റേ ആഫ്രിക്കൻ ചർച്ചിന്റെ കൂടെ ഒക്കെ സ്ട്രീറ്റിൽ പോയി സുവിശേഷം പറയുന്ന ഒരു ഡോക്ടറാണ് പുള്ളി. ഞങ്ങൾ ഇവാഞ്ചലിസം ഡയറക്ടറായിട്ട് ഇതാക്കി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയായിരുന്നു, ഈ 2026 കർത്താവ് തന്നാൽ നല്ലൊരു മിഷൻ ടീം ഫോം ചെയ്ത് ഈ ഏരിയ മുഴുവൻ, ഇത് വീടുകൾ മുഴുവൻ സുവിശേഷം അറിയിക്കുന്ന ഒരു വലിയ ദൗത്യം. കഴിഞ്ഞ ആഴ്ചയും ഈ വിഷയം തന്നെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാണ്. അതുകൊണ്ട് ഒരു വലിയൊരു സുവിശേഷ യജ്ഞം ഈ പട്ടണം കണ്ടിട്ടില്ലാത്ത ഡിട്രോയിറ്റിന്റെ ഏരിയകൾ മുഴുവൻ പോയി ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുവാൻ, ട്രാക്ക് ഷോ എടുക്കുവാൻ, അങ്ങനെയൊക്കെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാലയളവിൽ വലിയൊരു ആത്മഭാരം ഞങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെ ഈ കാലയളവിൽ ഈ കർത്താവ് പറഞ്ഞ 2ാമത്തെ കാര്യം ഈ ദൈവസഭയിൽ കർത്താവ് പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഇനിയും വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാനുണ്ട്. എന്നാൽ ഞാൻ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതും ഇവിടെയുള്ള ആളുകളുമായിട്ടുള്ള ഇടപാടിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദേശത്ത് സാക്ഷ്യമുള്ള ഒരു സഭ, ഒരു മോഡൽ ദൈവവചനം പഠിപ്പിക്കുന്ന, ദൈവവചന സത്യത്തിനോട് നിലനിൽക്കുന്ന, ആത്മീയ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന, സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് കൊള്ളാവുന്ന ദാസനായിട്ട് ഉള്ള ഒരു ദൈവസഭ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്ന് ആരാധിക്കാവുന്ന ഒരു ദൈവസഭ, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, ആത്മനിറവുള്ള, ഒരു പൊളിറ്റിക്സ് ഇല്ലാത്ത, നല്ല ദൈവഭക്തരായ, ആരാധിക്കുന്ന ദൈവജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു വിശുദ്ധ സഭ കർത്താവ് ഞങ്ങൾക്ക് ഈ ഡെട്രോയിറ്റ് പ്രദേശത്ത് തന്നിട്ടുണ്ട്. അതിൽ വലിയ അഭിമാനമാണ്. കാരണം ഒരു ചെറിയ തുടക്കത്തിൽ നിന്നും കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ, ഞങ്ങളെ ഒരു ചർച്ചിൽ നിന്നും പുറത്താക്കിയ ഞങ്ങളെ ആ ചർച്ചിന്റെ അകത്ത് കൊണ്ട് ഞങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിലനിർത്തുവാൻ ഞങ്ങളുടെ കർത്താവിന് ഭാഗ്യം തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ 5 മിനിസ്റ്റേഴ്സ് ശിഷ്യന്മാരെ ഈ പാവപ്പെട്ടവരുടെ കൂടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൊണ്ടുവന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കർത്താവ് എത്ര വലിയവനാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരും. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ മലയാളത്തിനും ഇംഗ്ലീഷിനും മറ്റു പലർക്കും സംസാരിക്കാൻ കൊടുക്കുമെങ്കിലും സംസാരിക്കുന്ന ഒരു കണ്ടിന്യൂസ് വിഷയമാണ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാ നിറവ്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ക്രിയകൾ. ഞാൻ പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ആരാണെന്നും എന്താണെന്നും എങ്ങനെയുള്ളതാണെന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനുള്ള ശരിയായിട്ടുള്ള ടീച്ചിങ് നമ്മുടെ ദൈവസഭ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ പല ബന്ധുക്കോസ് സഭകളും ബ്രദറൻ സഭയായിട്ട് മാറ്റുന്നത്. ഇന്ന് ബ്രദറൻ സഭ ബന്ധുക്കോസ് സഭയിലൊക്കെ കൂടി വരിക, ആരാധനയുമില്ല, ചത്ത ആരാധന വെളിപ്പെടുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ആത്മശക്തി പ്രാപിച്ച്, പുതുക്കം പ്രാപിച്ച്, പണ്ടത്തെ പോലെ ആദിമ നൂറ്റാണ്ടിൽ മർക്കോസിന്റെ മാലിമുറിയിൽ പകർന്ന ദൈവശക്തിക്കായിട്ട് കൊതിച്ച് ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരുന്നത്, എന്നിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ ആ ഒരു നിലയിലേക്ക് നമ്മുടെ ദൈവസഭയെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. എന്റെ അനുഭവം ഞാൻ ഇത്രയും പറഞ്ഞു. ഈ അവസരം തന്ന പാസ്റ്റർക്ക് നന്ദി പറയുന്നു. പാസ്റ്റർ ഇനി എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ. പ്രത്യേകിച്ചും
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പാസ്റ്ററുടെ സാക്ഷ്യത്തിൽ ഉടനീളം പറഞ്ഞു. ശരിക്കും പാസ്റ്ററുടെ ശുശ്രൂഷയുടെ പിന്നിൽ ആ ഒരു ജീവിതാനുഭവം ആത്മനിറവിനും പരിശുദ്ധാത്മ പ്രവർത്തികൾക്കും കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മുഖ്യസ്ഥാനമാണ് ശുശ്രൂഷയിൽ ഇന്നും അനുഗ്രഹമായിട്ട് നിൽക്കുന്നത്, അല്ലേ? അതെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ വാത്സല്യമുള്ള ദൈവമക്കളോടും പറയുകയാണ്, കാലം മാറിയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും വാഗ്ദത്തങ്ങൾക്കും മാറ്റമില്ല. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പറയുന്നത്, പീറ്റർ പറയുന്നത്, വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രം എന്നല്ല, മക്കൾക്കും അടുത്ത തലമുറയ്ക്കും വരുവാനുള്ള ദൂരസ്ഥന്മാർക്കും ഇനിയും ഭൂമിയുടെ അങ്ങേ അറ്റം വരെ സുവിശേഷം എത്താനുള്ള ലാസ്റ്റ് തുരുത്ത് അവിടം വരെയുള്ള വാഗ്ദത്തമാണ് ഇത്. ഏതെങ്കിലും കാലത്തൊക്കെ നിന്ന് പോയെന്നൊക്കെ പറയുന്നത് നമ്മുടെ യുക്തിക്കിത് നിരക്കാത്തതായതുകൊണ്ട് യുക്തിയെ തൃപ്തിപ്പെടുത്തുവാൻ ആളുകൾ കണ്ടെത്തുന്ന തിയോളജീസാണ്. അവർക്കത് ബുദ്ധി കൊണ്ട് ദൈവിക മർമ്മങ്ങളെ, ദൈവിക അത്ഭുതങ്ങളെ അവർക്ക് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തപ്പോൾ ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന തിയോളജീസ്, അതാണ് പ്രശ്നമായി വരുന്നത്. ഇത് വളരെ വ്യക്തവും ശക്തവുമായ ജീവിതാനുഭവമാണ്. ഞാൻ ആത്മനിറവ് പ്രാപിച്ച ആ കാലത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. എത്ര വ്യക്തമായൊരു അനുഭവത്തിലൂടെ കർത്താവ് എന്നെ നടച്ചത്. ഏതെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഈ പറഞ്ഞതുപോലൊരു മാസ് ഹിസ്റ്റീരിയയുടെ ഭാഗമായിട്ടല്ല ഞാൻ ആത്മനിറവ് പ്രാപിച്ചത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് പ്രാപിച്ചത്. അപ്പോൾ വ്യക്തതയുള്ള അനുഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എതിരായിട്ട് വരുന്ന സംശയം ജനിപ്പിക്കുന്ന വാക്കുകളൊന്നും നമ്മളെ ബാധിക്കത്തില്ല. കാരണം നമുക്കിത് തോന്നലല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ട അനുഭവമല്ല, വ്യക്തിപരമായ അനുഭവങ്ങളാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം, ഈ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ ദൈവമക്കളെ, ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ സഭകളൊക്കെ മടങ്ങി വരണം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ സംസാരിച്ചത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് ശമരിയാക്കാരത്തിൽ സ്ത്രീയുടെ അനുഭവത്തിൽ നിന്നാണ് സംസാരിച്ചത്. അവിടെ യേശു കർത്താവിൻ്റെ വാഗ്ദത്തം, ഞാൻ കൊടുക്കുന്ന വെള്ളം അത് അവൻ്റെ ഉള്ളിൽ ഒരു ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു ഫൗണ്ടനായി മാറും, എന്നിട്ടത് പൊങ്ങി വരും, പൊങ്ങി വന്നിട്ട് നിത്യതയിലേക്ക് പൊങ്ങി വരുമെന്ന്. അപ്പം ഞാൻ ആ വാക്യം ഒന്നുകൂടെ പഠിച്ചു. നിത്യതയിലേക്ക് പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി ആത്മനിറവ് പ്രാപിക്കുന്ന സമയം മുതൽ ആ ഫൗണ്ടൻ പൊങ്ങി വന്നിട്ട് വർദ്ധിച്ചു വന്നിട്ട് അവനെ നിത്യതയിൽ കൊണ്ടെത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി നമ്മളെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മനിറവ് പ്രാപിച്ച ആ അനുഭവത്തിലൂടെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നിത്യതയിലേക്ക് ആത്മനിറവ് നമ്മെ പൊക്കിക്കൊണ്ടു പോകുമെന്നാണ് ആ വാക്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നിത്യതയിലേക്ക് പൊങ്ങി വരുന്നെന്ന് ആ വാക്യം എഴുതിയിരിക്കുന്നത്. നിത്യതയിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ദൈവിക സൗഖ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതെല്ലാം ഇന്നുമുണ്ട്. കർത്താവ് ഇന്നും സൗഖ്യമാക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഇന്നും നടക്കുന്നു. നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി വീണ്ടും ഓപ്പൺ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ, ഔദ്യോഗികമായ ചുമതലകളിൽ എനിക്കൊന്ന് നാക്കോഗിൻ്റെയൊക്കെ മിഷിഗൻ കോൺഫറൻസിൻ്റെയൊക്കെ ഒരു ചെയർമാൻ ശുശ്രൂഷയിലൊക്കെ ഉണ്ടായിരുന്നു. അതെ, 2013 ഞാനായിരുന്നു നടത്തിയത്. മറ്റേ ചർച്ച് ഓഫ് ഗോഡിന്റെ റീജിയന്റെയോ സ്റ്റേറ്റിന്റെയോ അങ്ങനെയുള്ള ഇതൊന്നും വാസ്തവത്തില് എനിക്ക് ദൈവാത്മാവ് ഈ കാലയളവിൽ തരുന്ന ഒരു പ്രത്യേക ആത്മപ്രേരണയാണ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവോചന ശുശ്രൂഷയാണ്. ഈ സ്ഥാനത്തിനോ പൊസിഷനോ മറ്റേ ഇതുപോലുള്ള ഈവൻ നാട്ടിൽ തന്നെ ചില കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ ഒരു ദിവസം 2 വർഷം മുമ്പ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് ദൈവ നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഞാൻ പോയില്ല, കാരണം എനിക്ക് ദൈവ നിയോഗം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴുള്ള പൊസിഷനൊന്നും എടുക്കാതെ ഒരു ശാന്ത ഒരു സിമ്പിൾ ദൈവത്തിന്റെ ഒരു കർത്താവിന്റെ ദാസനായി ഈ കർത്താവിന്റെ വേല ചെയ്ത് അങ്ങേ കരയ്ക്ക് പോകണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ഞാനത് ചോദിക്കാൻ കാരണം ഇടയ്ക്ക് ഒന്ന് പറഞ്ഞായിരുന്നു, ചർച്ചിന്റെ അകത്ത് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ചോദിച്ചത് കേട്ടോ. ഞങ്ങളുടെ ചർച്ചിൽ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും ഈ പറഞ്ഞ പോലെ കമ്മിറ്റിയോ അങ്ങനെയുള്ള ഇടപാടുകളില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വരെ
അങ്ങനെയുള്ള ഒരു പ്രശ്നം ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിട്ടില്ല. സ്വർഗം അത് കേൾക്കട്ടെ, സാധാരണ അത് കേൾക്കാതിരിക്കട്ടെ. പലരും എന്നോട് അങ്ങനെ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ എങ്ങനെയാണ് പ്രശ്നമില്ലാതെ സഭ കൊണ്ടുവന്നത്? നമ്മൾ ആത്മീക വിഷയങ്ങൾക്ക് ചർച്ചിൻ്റെ അകത്ത് ഫോക്കസ് കൊടുക്കുക. ചർച്ച് എന്ന് പറയുന്ന സംവിധാനം ദേശത്ത് ദൈവമാക്കിയിരിക്കുന്നത് പാസ്റ്റർ ആ സെൻറ്റൻസ് ഉപയോഗിച്ച് ഒരു മാതൃകാ സഭയായി തീരുക. 2010 ഞങ്ങളുടെ ചർച്ച ഞാൻ തുടങ്ങിയത്. ഞാൻ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ താമസിക്കുന്ന സിറ്റിയിൽ 86 പാസ്റ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ പാസ്റ്റേഴ്സ് അസോസിയേഷനിൽ എന്നോട് ഒരാൾ ചോദിച്ചു, 87-ാമനായിട്ട് നിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ആരുമില്ലാത്ത, ഒരു ചർച്ചുമില്ലാത്ത, ഒരു പെന്റിക്കോസ്റ്റൽ പാസ്റ്ററും ഇല്ലാത്തൊരു ദേശത്തിലേക്ക് എന്നെ അയക്കണം, ഞാൻ പോകാമെന്ന് പറഞ്ഞു. കർത്താവ് എന്നെ പഠിപ്പിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, ഈ ദേശത്ത് ഒത്തിരി കൂട്ടായ്മകൾ കാണാം, പക്ഷെ എല്ലാവരെക്കുറിച്ചും എൻ്റെ അഭിപ്രായം സെയിം അല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പഠിപ്പിച്ചത്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ 7 സഭകളും ഏഷ്യ മൈനർ എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനുള്ള സഭകളാണ്. കൾച്ചറൽ, എക്കണോമിക്കൽ, സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെയിമാണ്. പക്ഷേ ഓരോ സഭയ്ക്കും ദൈവം കൊടുത്ത ദൂത് വ്യത്യസ്തമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, നീ പാർക്കുന്ന പട്ടണത്തിൽ 100 കണക്കിന് സഭകളുണ്ടാകാം, പക്ഷേ ഓരോ സഭയെക്കുറിച്ചും എനിക്ക് അഭിപ്രായം വ്യത്യസ്തമാണ്. 7 സഭയിൽ ഒരൊറ്റ ചർച്ചിനോട് മാത്രം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. അപ്പോൾ എല്ലാ പട്ടണങ്ങളിലും ദൈവം സ്നേഹിക്കുന്ന മാതൃകാ സഭകളുണ്ടാകണം. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു മോട്ടോ, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു വിഷൻ മാതൃകാ സഭ എന്നുള്ളതാണ് പാസ്റ്ററെ. അപ്പോൾ പാസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ അത് സ്പർശിച്ചു, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. ഞാൻ പ്രേക്ഷകരോട് പറയുക, നിങ്ങൾ പാർക്കുന്ന പട്ടണങ്ങളിലെല്ലാം മാതൃകാ സഭകളുണ്ടാകണം, ദൈവം സ്നേഹിക്കുന്ന സഭകളുണ്ടാകണം, ദൈവം ഇഷ്ടപ്പെടുന്ന സഭകളുണ്ടാകണം. ഇതൊരു വലിയ ചാലഞ്ചാണ്. 100 കണക്കിന് കൂട്ടായ്മകൾക്കാണ്. ചിലതിനെ നോക്കിയിട്ട് കർത്താവ് പറയും, നീ തുയത്തൈരയാന്ന് പറയും. ചിലതിനെ നോക്കിയിട്ട് പറയും, നീ സർദീസോ സ്മുർണയോ ലവോദിക്കയോ ഒക്കെയാണെന്ന് പറയും. പക്ഷെ ഒരൊറ്റ ചർച്ചിനോട് മാത്രം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഫിലദൽഫിയ സഭ. എന്നിട്ട് അവിടെ പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ട്. അപ്പോൾ ദൈവം സ്നേഹിച്ചാൽ ദൈവം തെളിവ് തരും. എന്താ തെളിവ്? അടുത്ത വാക്യങ്ങളിൽ പെടുന്നു, സാത്താൻ്റെ പള്ളിക്കാർ വന്ന് നിൻ്റെ അടുക്കൽ മുട്ടുകുത്തും. കർത്താവിനോട് പറഞ്ഞു, മോനെ, ദൈവം സ്നേഹിക്കുന്ന സഭയ്ക്കകത്ത് ഞാൻ ആത്മാക്കളെ വിടത്തുള്ളൂ. ആത്മാക്കൾ വരണമോ, സഭയെ ദൈവം സ്നേഹിക്കുന്ന മാതൃകാ സഭയായി മാറണം. ദൈവത്തിൻ്റെ സ്തോത്രം. കാര്യങ്ങൾ പാസ്റ്റർ പറഞ്ഞപ്പോൾ, ആത്മനിറവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. വിട്ടുപോയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ, പെട്ടെന്ന് ഓർമ്മ വന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിനുള്ള പ്രതികരണങ്ങളുണ്ടെങ്കിൽ പാസ്റ്റർക്ക് പറയാം. എനിക്ക് മനസ്സിലായ ഒരു സത്യം, നമ്മൾ സത്യവചനം പ്രസംഗിച്ചുകൊണ്ട് വചനത്തിന് വില കൊടുത്താൽ, പരിശുദ്ധാത്മാവിന് വില കൊടുത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഞാൻ ചർച്ചില് മിക്കവാറും പറയുന്ന ഒരു, ചർച്ചിനെ കൺട്രോൾ ചെയ്യുന്നത് സെക്രട്ടറിയും അല്ല, ട്രഷററും അല്ല, പാസ്റ്ററും അല്ല, പരിശുദ്ധാത്മാവ്. ഇറ്റ്സ് എ സ്പിരിറ്റ് ഫിൽഡ്, സ്പിരിറ്റ് കൺട്രോൾ ചർച്ച്. പരിശുദ്ധാത്മാവിന്റെ നിയോഗം, ഞാൻ പരസ്യമായിട്ട് പറയും, പരിശുദ്ധാത്മാവിന്റെ നിയോഗമില്ലാത്ത ഒരു മിനിസ്ട്രിയും ചർച്ചിൽ പാടില്ല. എല്ലാം ആത്മനിറവിലും ആത്മനിയോഗത്തിലും. നേരം ദൈവവചനം ശരിയായിട്ട് പഠിപ്പിച്ച് ദൈവവചനത്തിൽ നിലനിന്നാൽ, അല്ലെങ്കിൽ വചനം ഉയർത്തി വചനം പ്രസംഗിച്ച് വചനത്തിന് വില കൊടുത്താൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. നമ്മളെ ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നമ്മൾ ഒറ്റപ്പെടുന്ന, ഏകാന്തത വരുന്ന, ആരുമില്ലെന്ന് ഓർക്കുന്ന സന്ദർഭങ്ങൾക്ക് കൂടെ വന്ന് ബലപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു പല സന്ദർഭങ്ങളിൽ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കരഞ്ഞ് രാത്രിയിൽ ഉറങ്ങാൻ വയ്യാതെ ഏകാന്തതയിൽ എന്നോടുകൂടെ ആരും പ്രാർത്ഥിക്കും, എൻ്റെ വിഷയത്തിന് ആരിറങ്ങി വരും, എന്നെ സഹായിപ്പാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് ഓർത്ത വിഷയങ്ങളൊക്കെ ഉള്ള സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം കർത്താവിന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് എൻ്റെ കൈക്ക് കൊട്ടിയിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കും, നീ ഉറപ്പുള്ളവനായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തി. അന്നേരം നമ്മൾ ദൈവവചനത്തിന് വില കൊടുത്താൽ, വചനം യഥാർത്ഥമായിട്ട് ദൈവസഭയെ പ്രസംഗിച്ചാൽ, വചനത്തെ ഉയർത്തിയാൽ, യേശുവിനെ ഉയർത്തുന്ന സഭകളിലൊക്കെ വ്യക്തികളെയും പാസ്റ്ററിനെയും മറ്റ് പലരെയും ഒക്കെ ഉയർത്തുമ്പോൾ നമ്മുടെ ചർച്ചകളിലൊക്കെ ഉയർത്താൻ യോഗ്യനായ വ്യക്തി നമ്മുടെ യേശു മാത്രമാണ്. യേശുവിനെ മാത്രം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ യേശുവിനെ പ്രസംഗിച്ചാൽ അവിടെ ആത്മാവിന്റെ നിറവുണ്ടാകും, രോഗസൗഖ്യം ഉണ്ടാകും, ഭൂതങ്ങൾ വിട്ടുപോകും. നമ്മൾ വചനം പ്രസംഗിക്കേണ്ടതുപോലെ ആത്മനിറവ് പ്രസംഗിച്ചാൽ ആരും തലയെ കൈവയ്ക്കാതെ രോഗികൾ സൗഖ്യമാകും, ആരും ശ്വാസിക്കാതെ ഭൂതം ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെയുള്ള ഒരു സത്യാരാധന
ആ ഒരു ആത്മീയ ആരാധന ഈ കാലയളവിൽ നമ്മുടെ പെന്തക്കോസ്റ്റ് ചർച്ചുകളൊക്കെ ഉണ്ടാകട്ടെ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് ദൈവസഭ ഒരു വ്യക്തിയും ചർച്ചിനെ കണ്ട ചർച്ചിന്റെ ഹെഡ് യേശുവാണ് സഭയുടെ തല. യേശു പൂർണ്ണ കർത്തൃത്വം ദൈവസഭയിൽ ഏറ്റെടുത്ത് യേശുവിന്റെ വചനത്തെ പ്രസംഗിച്ച് യേശുവിന്റെ ആത്മാവിന്റെ കൺട്രോളിൽ ദൈവസഭ നിൽക്കാൻ തയ്യാറായാൽ ഇന്നത്തെ ഈ പൊളിറ്റിക്സും സ്ഥാനവും മാനവും ഇതെല്ലാം വിട്ടേച്ച് നമ്മളെല്ലാം കർത്താവിന്റെ വേലക്കാരാ, നമ്മൾ കർത്താവിന്റെ ദാസന്മാരാ. നമ്മുടെ ജോലി കർത്തുവേലയാ. നമ്മുടെ വേല കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിലെ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വസിക്കാം. നമ്മളെ ഗുണ്ടവിസം കളിക്കാനോ പൊളിറ്റിക്സ് കളിക്കാനോ കസേര കളിക്കാനോ സ്ഥാനം കളിക്കാനോ ഒന്നുമില്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവ മക്കളായി വിശുദ്ധരായി നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കി നമ്മുടെ ജീവിതത്തിൽ നിശ്ചയത നഷ്ടപ്പെടുന്ന ഒന്നും വരാതെ ഈ കാലയളവിൽ ദൈവസഭ ദൈവത്തിന്റെ സഭയായിട്ട്, വിശുദ്ധ സഭയായിട്ട്, വിശുദ്ധ മണവാട്ടിയായിട്ട് കർത്താവിന്റെ വരവിന് എന്നെ എടുക്കപ്പെടാൻ ഒരുക്കുന്ന ദിവസമായിട്ട് നമ്മുടെ ദൈവസഭകളൊക്കെ തീരട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് ഡിട്രോയിൽ ഒരു കൊച്ചു ദൈവസഭ പണിയപ്പെടുവാൻ കർത്താവ് അവസരം തരുന്നു. ഈ കാലയളവിൽ ഞങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയുണ്ട്. അനേക ഭാഷക്കാരെ, അനേക ജാതിക്കാരെ, അനേകരെ ഈ മെട്രോ ഡിറ്റോന്റെ പ്രദേശത്ത് നിന്ന് ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് ആരാധിപ്പിക്കുന്ന ഒരു കാലയളവ്, ഒരു ചർച്ചിന്റെ വളർച്ചയുടെ ഒരു കാലയളവ്. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഡിറ്റോയിലുള്ള ചർച്ചിനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. അതായത് ഈ മെട്രോ ഡിറ്റോയിലെ ആരെങ്കിലും ഒരു സത്യാരാധന, ആത്മനിറവിലുള്ള ഒരു ആരാധന, വാചന അടിസ്ഥാനത്തിലുള്ള ആരാധന, സ്പിരിറ്റ് കൺട്രോൾ ചർച്ച്, ദൈവവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന സഭ, ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതം, നിങ്ങൾ ഏതെങ്കിലും ആരാധനയ്ക്ക് പോകുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് ആരാധിക്കുവാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ സമയം തന്ന ഫിനിപ്പ് പാസ്റ്ററോടും ആസാദ് ടിവിയോടും വളരെ നന്ദി. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. അവന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ എല്ലാം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്ക് ചുരുക്കുന്നു. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ആസാദി ടിവിയിൽ വന്ന് കർത്താവ് അടിയനെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് അവസരം തന്നെയാണ്. സ്തോത്രം. അങ്ങേ ഞങ്ങളുടെ രക്ഷകന, അങ്ങേ ഞങ്ങളുടെ സൗഖ്യദായന, അങ്ങയുടെ ഗലിയാത കുഴമ്പ, അങ്ങേ പോലെ വേറൊരു ദൈവമില്ല. ഇത്ര വലിയ ദൈവത്തെ സ്നേഹിക്കുവാൻ, അങ്ങയുടെ പാതയെ പിൻപറ്റുവാൻ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം തന്ന കർത്താവിന് സ്തോത്രം. പ്രത്യേകിച്ച് ആസാദി ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിവിയിൽ വരുന്ന അതിൽ വ്യൂ ചെയ്യുന്ന എല്ലാ ഓഡിയൻസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കൊരു സ്തോത്രം. ഈ മിനിസ്ട്രിയെ കർത്താവ് ആശീർവദിക്കാൻ അനുഗ്രഹിക്കണം. പക്ഷെ വിനി യോഹന്നാനെ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കുന്നു. ആസാദി ടിവി അനുഗ്രഹിക്കണം. ഇതിൽ കൂടെ അനേകരെ യേശുവിനെ കണ്ടുമുട്ടുവാൻ, അല്ലെങ്കിൽ ഇതിൽ കൂടെ അനേക രോഗികൾ സൗഖ്യമാകുവാൻ, ഇതിൽ കൂടെ അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, ഇതിൽ കൂടെ അനേക അന്ധകാരത്തിന്റെ ശക്തികൾ അലറിയോടുവാൻ, ഇതിൽ കൂടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഇത് അനേകരെ ദൈവരാജ്യത്തിൽ കാഴ്ചവെക്കുവാൻ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ മിനിസ്ട്രി കാരണമാക്കി തീർക്കണം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദാസനെയും ആസാദി ടിവിയും അതിലെ പ്രേക്ഷകരെയും അതിൽ വരുന്ന എല്ലാവരെയും ഇനിയും വന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോട് സമയങ്ങൾ വേർതിരിച്ചതിൽ പ്രേക്ഷകരോടുള്ള നന്ദി പറയുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. Thank you for watching.